ഞാൻ നിൻ്റെ പോലെ ജീവിതം വെറുത്തിട്ട് ജീവിതത്തിൻ്റെ ദൈവത്തെ അപമാനിച്ച് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കണമെന്നില്ല. ഒരു ഗ്രൂപ്പിൽ ജീവിതം വെറുക്കണവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ചാവാൻ വേണ്ടി വീണ്ടും വന്നതാണോ, അതോ തല്ല് കൊള്ളാവുന്നതാണോ? തല്ല് കെട്ടാൻ തല്ല് കെട്ടി വെറുതെ ഇഞ്ചറി ചെയ്തിട്ട് നിങ്ങൾ ഈ വെഡിത്തെ റിപ്പീറ്റ് ചെയ്തിട്ട് നിങ്ങളെ ഫിസിക്കലി ഇഞ്ചറി ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളുടെ ആത്മാവിന് ഇഞ്ചറി വേണം, ഇഞ്ചറി കിട്ടണം. മനസ്സിലായി? ഈ വെഡ്ഡികളെ പോലെ ഈ മെറ്റീരിയലിസ്റ്റിക് ഇതിന് പായണ വെഡിത്തത്തിൽ പായണ പോലെ എക്സാമ്പിൾസ് ചെയ്ത് പറഞ്ഞ വെഡിത്തത്തിൽ പായാൻ നിൽക്കണ ഈ വെഡ്ഡികൾ ആയിരുന്നു കൂട്ടി എത്ര ചത്തിട്ടും ആ ഒരു രീതിയിൽ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഫേക്ക് കോൺട്രാക്റ്റ് വെച്ച് ഫേക്ക് വെളി അമ്പളി പറ്റി ഓടാൻ നിൽക്കുമ്പോൾ വെഡിത്തത്തിലേക്ക് ഓടരുതെന്ന് പറയണേ. വെഡ്ഡികളെ നിങ്ങൾ വീണ്ടും വെഡ്ഡികളാക്കണം ആക്കാന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ളവർ നിങ്ങൾ ഹിന്ദിക്കാരെ വെറുതെ എന്താ പറയുക, ഞാനങ്ങനെ ഹിന്ദി സംസാരിക്കാറില്ലേ, ഗുഡ് കഴിച്ച് നടക്കാറില്ലേ. ഗുഡ് കഴിക്കണ ഹിന്ദിക്കാരെ കന്നഡ കാണ്ടുകളോ മലയാളി കുണ്ടനായന്മാർ ആരെയും പറയൂ. അതുകൊണ്ട് ഏതെങ്കിലും ഉറച്ച് നിൽക്കടി കുണ്ടനായരെ, അല്ലെങ്കിൽ നിങ്ങൾ കാണ്ടടിച്ച് പൊട്ടിക്കുന്നു. നിന്റെ പോലത്തെ വെഡ്ഡികളോട് പറഞ്ഞ് മുഖത്ത് ബോധിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ബോധിപ്പിക്കും ചെയ്യില്ല, ആവശ്യമില്ലെങ്കിൽ ചെയ്യൂല്ലേ. ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്, പറയേണ്ട രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെയും വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം. വീട്ടുകാർ ഓരോ കൊണ്ടുകൊണ്ടൊന്ന് ചെറുപ്പത്തിൽ പറഞ്ഞതിൽ എൻ്റെ നേരിട്ട് എൻ്റെ മുഖത്ത് നോക്കി പറയില്ല അതൊന്നും. അപ്പോൾ നിങ്ങൾ അവിടെ ഇവിടെയും പറഞ്ഞതിന് 10 മീറ്റർ 100 മീറ്റർ അകലെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതിനുള്ളത് നിങ്ങൾ ചെറുപ്പത്തിൽ തൊട്ട് പല 65 വയസ്സും 69 വയസ്സിലും പല രീതിയിൽ അരനൂട്ടി വാങ്ങിയിട്ടുണ്ട്. 83 83 2711 എന്ന രീതിയിൽ പല രീതിയിലും കണക്ഷൻ അനുസരിച്ച് പറഞ്ഞിട്ടുണ്ട്. പേരെല്ലാവരും ഏതോ പ്രാചീനമായ സമയത്ത് ജനിച്ചവരൊക്കെ ഇവിടെ ഒരു കണക്ഷൻ ഇല്ല. ആ സമയത്ത് അവരുടെ പരിസരത്തൊന്നും അങ്ങനെ നടക്കണില്ലേ. ടെക്നോളജി പറഞ്ഞ ആ സമയത്ത് വളരണ രീതി വരണം. കണ്ടു പെട്ടെന്ന് മനസ്സിലായില്ല, പെട്ടെന്ന് വളരണ രീതി വരണം. അതുകൊണ്ട് ആ സമയത്ത് പ്രാചീനമായ കാലത്തെ വെഡ്ഡികളെയും പഴകിയവരെ ഞാൻ അനുകരിക്കണല്ലേ. പഴകിയവരുടെ കാര്യം എൻ്റെ മുഖത്തൊക്കെ ആരും പറയണമില്ല. അപ്പോൾ ഞങ്ങൾ ഹിന്ദിക്കാരെ തുമ്മ ഉല്ലു ബനാരായ തുമ്മ ഗലത് ഫാമി ഫേലാരായ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിൽ വെഡ്ഡികളാക്കാണ്ട് തമ്മിൽ അടിച്ച് പിടിച്ച് അരന്ന് കൂട്ടി വാങ്ങാണ്ട് കേട്ടിട്ടില്ലേ ന്യൂസിൽ? മലപ്പുറത്ത് മഞ്ചേരിയിലും ഒരു ഹിന്ദിക്കാരൻ മലയാളീനെ കൊന്നു, മലയാളി ഹിന്ദിക്കാരനെ കൊന്നു എന്നൊക്കെ. അപ്പോൾ ഞാൻ ഹിന്ദിയായിട്ട് എനിക്കൊരു ബന്ധമില്ല. ഞാൻ പറഞ്ഞു ഹിന്ദി വീട്ടിൽ ഞാൻ സംസാരിക്കാറില്ല. ഗോവയിലാണ് ഹിന്ദി കൊങ്കണി ചെറുപ്പത്തിൽ തൊട്ട് വളർത്തുമ്പോൾ ഹിന്ദി സംസാരിക്കരുത് പറയും. അപ്പോൾ അതല്ലാന്ന് അറിയാം. നിങ്ങൾ പടു തോറ്റ വാക്കുകളും മൂട്ടി തൊട്ട് ഇങ്ങനെ കുറേ ആദിവാസി സ്ത്രീകളുടെ പോലെ അതേ നിങ്ങൾക്ക് ഈ ലാച്ചിട്ട ഭർത്താക്കന്മാർക്ക് ആദിവാസി സ്ത്രീകളെയും ഇങ്ങനെയുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കാൻ അറിയില്ലേ? ഇല്ല, അവർക്ക് ബുദ്ധിയില്ല. അവർ ഓരോന്നും വിഡിത്തം ചോദിച്ചിരിക്കും. ആയിരുന്നു കൂട്ടി വാങ്ങണ മുമ്പ് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കാൻ പറയും. അവിടെ യേശുവിന് വരെ പ്രൂഫ് അല്ലാണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, ഒരു പ്രസക്തി ഉണ്ട്. യേശുയുടെ അവരുടെ പ്രൂഫില്ല, ടൈമിങ്ങിനെല്ലാം വന്നിട്ടുണ്ട്. നിങ്ങൾ ഡ്രഗ് അടിച്ച് കുറിച്ച് യേശു എന്ന് പറയും. അങ്ങനെയുള്ളവരെ പല വിഡിത്തത്തെ രീതിയിലും പറഞ്ഞു നടക്കണതിന് പേര് ഇതായിട്ടില്ല, വേറെ പേരില്ല വരാമെന്നറിയാം. 2000 വർഷം കഴിഞ്ഞിട്ട് അപ്പോൾ ആ രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അന്ന രീതിയിൽ വരും. അതിന് വലിയ പ്രൂഫും സാക്ഷിയാണ്. പേയും പൂയും ചിക്കോ കുടിച്ച യേശുയുടെ പണി കള്ള് കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കലായിരുന്നു പണി പണ്ട് 2000 വർഷം മുമ്പ്. അല്ല, കള്ളെന്ന് പറഞ്ഞ സാധനം തൊടില്ല. എന്ന് വെച്ചാൽ പങ്കുവയ്ക്കുക, സ്നേഹം പങ്കുവയ്ക്കുക, എന്തെങ്കിലും സ്നേഹം പങ്കുവയ്ക്കുക, വീട്ടുകാരെ പങ്കുവയ്ക്കുക, എന്തെങ്കിലും ചെയ്യാൻ കുറ്റം പറച്ചില്ലാണ്ട്, ശോഷിച്ച വാക്കുകൾ പറയാണ്ട്, ശോഷിച്ച വൃത്തികേട് കഴിക്കാണ്ട്, എന്തെങ്കിലും സദ്വചനങ്ങൾ സ്ട്രോങ് വാക്കുകൾ പറയേണ്ട, അത് ഓർമ്മയ്ക്കായി ചെയ്യുന്നു. അത് തിരിച്ചും പ്രതീക്ഷിക്കാണ്ട്, അത് വിഡിത്തം മാറുമെന്ന് പ്രതീക്ഷിക്കാൻ വേണ്ട. യേശു വാരിയറാണ്, ബെഗറല്ല, പിച്ചക്കാരനല്ല. അപ്പോൾ എല്ലാത്തിനും അതിനനുസരിച്ച് കിട്ടും. പിന്നെ അതുപോലെ സ്നേഹിക്കുക, അല്ലെങ്കിൽ ഭക്ഷണം വിതരണം ചെയ്യുക, അല്ലെങ്കിൽ ആൽക്കഹോളിക പാനീയം വിതരണം ചെയ്യുക, അതൊക്കെ തിരിച്ചൊന്ന് പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ അതൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഈ നിങ്ങൾ ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും, അതാണ് നിങ്ങൾ ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും വിവരമുള്ളവരുമായിട്ട് സംസാരിക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങൾ ആൾക്കാരായിട്ട് ഇതുണ്ടെന്ന് മനസ്സിലാക്കും. ആൾക്കാരായിട്ട് ഇതില്ലാത്തവരും അധികം സംസാരിക്കാത്തവരൊക്കെയാണ് കള്ള് കുറിച്ച് ഡ്രഗ് അടിച്ച് നിന്ന് ഇത് മുറുകെ പിടിക്കുക. ഞങ്ങൾ എത്ര ശരി കേട്ടാലും എന്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാലും തട്ടിപ്പ് റിപ്പീറ്റ് ചെയ്ത് ആരാധിക്കാമെന്ന് പറഞ്ഞാലും ഞങ്ങൾ അത് തന്നെ ചെയ്യും. ബൈബിളൊന്ന് വായിക്കണം എന്ന് പറഞ്ഞാൽ ബൈബിൾ വായിക്കാണ്ട് ഞങ്ങൾ അതിനെ മുറുകെ പിടിച്ച് വെഡിത്തം വിപരീതം ചെയ്ത് ഞങ്ങൾ അരുന്ന് കൂട്ടി വാങ്ങും. അതാണ് ഞങ്ങളുടെ പെരുമാറ്റം. ഇതെവിടുത്തെ പെരുമാറ്റം? അതാണ് അധികം സംസാരിക്കാൻ വഷളന്മാർ. ആൾക്കാർക്ക് ഇതില്ലാത്ത ഞാൻ സ്റ്റേജിലൊക്കെ പെർഫോം ചെയ്ത് കാര്യങ്ങൾ ചെയ്യും, ആൾക്കാർ കൂടെയാണ്. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യണേ? നിങ്ങൾ ശോഷിച്ച വാക്കുകൾ, നിങ്ങൾ കുശുമ്പ് കൊന്നിട്ടുള്ളവർ ചെറിയവരാണ്. ഫാമിലിയിൽ ചെറിയവർ, മൂത്തവർ ആരാ എന്താ മനസ്സിലാക്കാണ്ട് രണ്ട് ഫാമിലിയിലും വെഡിത്തം പറഞ്ഞ് ഇങ്ങനെ വിതറിയിട്ട് തമ്മിൽ അടികൂടി ലോറൻസിൻ്റെ പോലെ പേന മറന്നു വെച്ചാൽ തമ്മിൽ അടികൂടി തമ്മിലായിരുന്നു കൂട്ടി വാങ്ങുക. ഫേക്ക് സിറ്റുവേഷൻ ആണ് എന്തെങ്കിലും ആണെങ്കിലും തലയ്ക്ക് വിവരമില്ലാത്ത പോലെ നിങ്ങൾ പിരിയാളുകയുണ്ടോ എന്ന് ചോദിക്കണം തലയിൽ. അധികം സംസാരിക്കാത്തവരോടും സംസാരിക്കാത്തവരോടൊക്കെ നിങ്ങൾ പറയിപ്പിക്കാണ്ട് സംസാരിക്കണല്ലേ ഗ്രൂപ്പിൽ ജീവിതം വറുത്തിട്ട്. അതുപോലെ നിങ്ങൾ മാക്സിമം അതൊന്നും ധരിച്ചിട്ടില്ല, അങ്ങനെ സ്ത്രീകളുടെ പോലെ ധരിച്ചിട്ടില്ല. നിങ്ങൾ ഭർത്താക്കന്മാർ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. എത്ര വർഷം കഴിഞ്ഞു? 1 തൊട്ട് 10 വയസ്സായിരുന്നു കുഴപ്പം. അല്ല 4 വർഷം വൃത്തിയുടെ സ്ഥലത്ത് പോയി, അല്ലെങ്കിൽ 27 30 34 വർഷം ഞാൻ മൊഴിഞ്ഞാൽ പറയായിരുന്നു, സംസാരിക്കുമായിരുന്നു. എത്ര കഴിഞ്ഞു? അപ്പോൾ അത് കഴിഞ്ഞിട്ട് എത്ര വർഷങ്ങൾ പറഞ്ഞാൽ 1 മിനിറ്റാണോ? അപ്പോൾ അത് കഴിഞ്ഞ് മുഖത്ത് നോക്കി അധികം സംസാരം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കുക. ഞാൻ ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കാണ്ട്.
അവിടെ വിഡ്ഢികളെ ബോധിപ്പിച്ചിട്ട് ഒരു കാര്യമില്ല. ചെയ്യേണ്ടത് വൃത്തികെട്ട് ചെറിയ രീതിയിൽ മെച്യൂരിറ്റി ആ ലെവലിൽ ചെയ്യണമെന്നല്ല ചെയ്യുക. അല്ല പറയിപ്പിച്ചിട്ട് തിരിച്ച് റെസ്പോണ്ട് ഇല്ലെങ്കിൽ ആ രീതിയിൽ പോട്ടെ. അവിടെ വിഡ്ഢികളെ എല്ലാം ഉയർപ്പിക്കാൻ പോകണം. ഒരു ഫിസിക്കൽ റിസറക്ഷൻ ഉണ്ടായാലും സ്പിരിച്വൽ റിസറക്ഷൻ ഉണ്ടെന്ന് പറയണു. പക്ഷേ സ്പിരിച്വൽ റിസറക്ഷനെ കുറിച്ച് പറയുന്നുണ്ട്, നെയ്വ് കാര്യം പറയണത്. പക്ഷേ ഈ ട്രാൻസ്ജെൻഡറേയും നശ്വരും അതിനെ ആരാധിച്ചിട്ട് ഒരു കാര്യമില്ല. ഞങ്ങൾക്ക് ഹിന്ദിക്കാരും തമ്മിൽ വെഡ്ഡികളാക്കിയിട്ട് ഹിന്ദിക്കാരും മലയാളികളും തമ്മിൽ വെഡ്ഡികളാക്കുക. പല ന്യൂസിൽ പല രീതിയിലും കേട്ടിട്ടുണ്ട്. ഹിന്ദിക്കാർ ഈ വെഡിത്തം പരസ്യപ്പിച്ചിട്ടുണ്ട്. ഹിന്ദിക്കാർ 3 ഹിന്ദി ചെറിയ പിള്ളേർ ഇതുപോലത്തെ പിള്ളേർ ചെടുകളെ എനിക്ക് വിശ്വസിക്കേണ്ടവരില്ല. തമ്മിൽ ചോദിച്ച വാക്കുകൾ പറയാണ്ട് കാര്യങ്ങൾ ചെയ്യും. അതിലാണ് മേന്മ. ഒരു മലയാളി ഫാമിലീനെ ഒരു 2 ആൺകുട്ടികളെയും ഭാര്യേനെയും അവരുടെ അമ്മേനെയും തന്തേനെയും കൊന്ന് വെട്ടി കുഴിച്ചിട്ട് വീട്ടിലാക്കി, അങ്ങനെ കേട്ടിട്ടില്ലേ? ആ രീതി നടക്കണേ. മലയാളികൾ ഹിന്ദിക്കാരെ കൊന്നു. ഒരു ഹിന്ദി ആള് ജോലിയിലടക്കെ മഞ്ചേരിയിൽ മലയാളീനെ കഴുത്ത് വെട്ടി പരിക്കേൽപ്പിച്ച് കൊന്നു. ഇതൊക്കെ നടക്കണേ. അപ്പം പണ്ടൊന്നും ഇല്ലാത്തത് ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്ന പെണ്ണുങ്ങളും ആണുങ്ങളും പലയിടത്തുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പഠിക്കേണ്ടതാണ്. അതുകൊണ്ട് ഈ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്ന വെടിത്തം പ്രചരിപ്പിക്കണവർ പലത് പറയില്ലേ. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞേ ആ ഹിന്ദിയോട് ഇത്ര പറഞ്ഞാൽ മതി. ഓ തുമ്മ ഉല്ലു ബനാരേ, എനിക്കത് ഹിന്ദി അറിയില്ല, സംസാരിക്കാൻ അറിയില്ല. ഓ ഗലത് ഫാമി ഫെലാരേ. അപ്പോൾ തമ്മിലായിരുന്നു കുട്ടി വാങ്ങാണ്ട് നിങ്ങൾ തമ്മിൽ ഹിന്ദിക്കാരെ വെടികളാക്കുമ്പോൾ നിങ്ങൾ ഹിന്ദിക്കാരോട് മലയാളത്തിലാണോ സംസാരിക്കുക? അപ്പോൾ അങ്ങനെയുള്ളവരോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കുക. നിങ്ങൾ അസല് ഗാണ്ടുകളാണ്. അതാണ് ഒന്നത്തിൽ ഉറച്ച് നിൽക്കടി കുണ്ടനായരെ അല്ലെങ്കിൽ നിന്റെ ഗാണ്ടടിച്ച് പൊട്ടിക്കുന്നു പറയണം. നിന്നോട് പറയേണ്ട കാര്യമില്ലെങ്കിൽ നിന്റെ വെഡിത്തം നിന്നെ തന്നെ അരുന്ന് കുട്ടി വാങ്ങിപ്പിച്ച് ബാഡ്ലി മോട്ടിവേറ്റ് സ്ഥലത്ത് നീയാ വളർന്നുണ്ടാവുക. അവിടെ ഉള്ള വൃത്തികേട് ബാംഗ്ലൂരിൽ നിൽക്കുമ്പോൾ ഛർദ്ദിക്കാൻ വരും പേര് വയ്ക്കുമ്പോൾ. അവിടെ വളർന്ന് ഇങ്ങനെ വളർന്ന് പറയാൻ പറ്റുമോ? നേരെങ്കിൽ നീങ്ങാ, എന്നിട്ട് അരുന്ന് കുട്ടി ചാവും, കത്തിച്ച് കളയെ എന്തെങ്കിലും പീസ് ചേർത്തിട്ട് നോക്കുക. ഒരു ഗുണമില്ലാത്ത ജീവിതം. വല്ല ഗുണമുണ്ടോ ജീവിതത്തിന്? ഇല്ല. അപ്പോൾ എത്ര വെളുത്ത സുന്ദരികളാണ് എല്ലാം ഈ വിഡിത്തം ജീവനില്ലാത്ത വിഗ്രഹങ്ങളെ ആരാധിക്കുകയാണെന്ന് വെച്ചാൽ ജീവിതത്തിനൊരു വില ഉണ്ടാവില്ല. വിലയില്ലാണ്ട് ജീവിക്കണവരാണ്, ജീവിതത്തിൽ വെറുക്കണവരാണ് ഗ്രൂപ്പിൽ കുടിച്ച് ഡ്രഗ് അടിച്ച് വായന്ന് ശരിക്കും രാവിലെ തൂറാൻ പോകാണ്ട് മൂട്ടിന്ന് ശരിക്കും നല്ലോണം പോയിക്കോട്ടെ. വായ മൂടാക്കിയിട്ട് വായയുടെ വില കളഞ്ഞിട്ടെന്ന കാര്യം. അപ്പോൾ ആ വെഡിത്തം റിപ്പീറ്റ് ചെയ്ത് നിങ്ങളതിന് പെടാൻ മുഖത്ത് ചിരിച്ചിട്ടല്ലേ വളഞ്ഞ ചിരിയും ചെകുത്താൻ വെഡ്ഡികളെ വരെ വെഡിത്തം കാണിച്ച് ചിരിക്കും. അങ്ങനെ ചിരിക്കണവർ പലയിടത്ത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഇനിയും കിട്ടും. ഇനി മനസ്സിലാക്കിയിട്ടില്ല. കൊറോണ വന്ന് ഒരു ദിവസത്തെ കാര്യമല്ല, 2.5 വർഷം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 1 മിനിറ്റാണോ? എല്ലാം പൂട്ടി കിട്ടും ഇതിൻ്റെ ആവശ്യമില്ല എന്ന രീതിയിൽ. എന്നിട്ട് അതന്നെ റിപ്പീറ്റ് ചെയ്യാൻ എത്രത്തോളം ഉണ്ടോ? ഇതന്നെ ഞങ്ങൾ മുറുകെ പിടിക്കും. ഇതന്നെ അരുന്ന് കുട്ടി ചാവേണ്ടവർ പലയിടത്തും ചത്തുണ്ട്. പീസായി ചത്തട. അവർ ചാവേണ്ട സമയത്ത് ഈ പറഞ്ഞതിനൊക്കെ കിട്ടിയണേ നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളവർ, നിങ്ങളുടെ വെഡ്ഡികളുടെ ഗ്രൂപ്പിലുള്ളവർ. അത് മനസ്സിലാക്കാൻ പഠിക്കുക. എന്നിട്ട് ഈ തമ്മിൽ വെഡ്ഡികളാക്കി എല്ലാ രീതിയിലും അവർക്കൊക്കെ എങ്ങനെയുള്ളവർക്ക് പുറത്ത് പോയി ഡ്രഗ് അടിച്ച് കുടിച്ച് 3-4 ദിവസം ഒരാഴ്ച വീണ്ടും വീട്ടിലൊന്ന് കിടന്നുറങ്ങും. കുളിക്കില്ല, എന്നിട്ട് സ്വന്തമായിട്ടൊന്നും ഉണ്ടാക്കാൻ അറിയില്ല, ആവശ്യത്തിൽ പുറത്ത് വെച്ച് കളക്ട് ചെയ്യിപ്പിക്കാൻ അറിയില്ല, ഒന്നും അറിയില്ല. എന്നിട്ട് ഈ വെഡിത്തം ഒരു രീതിയിൽ ഇതാവാണ് അവർ. അപ്പോൾ ഞാൻ ഇവിടെ ഹിന്ദി പറയണല്ലേ, മലയാളം സംസാരിക്കേണ്ട കാര്യം പറയിപ്പിക്കാണ്ട് മുഖത്ത് നോക്കി സംസാരിക്കുക. അത് തുറച്ച് നോക്കിയിരുന്നാൽ എനിക്കൊന്നും മനസ്സിലായി. മുഖത്ത് നോക്കി അവിടെ ഇവിടെയും സംസാരിച്ചിട്ടൊരു കാര്യം. 10 മീറ്റർ 100 മീറ്റർ അകലെ സംസാരിക്കാണ്ട് സംസാരിക്കുന്നവരുടെ ഭക്ഷണമാരോടൊക്കെ സംസാരിക്കണം. അതുപോലെ സംസാരിക്കാൻ പഠിക്കും. ഞാൻ ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കാണ്ട്. ഞാൻ തന്നെ വിഡിത്തത്തിലേക്ക് ചാടില്ല. നിങ്ങൾ ബാക്കിയുള്ള ഹിന്ദിക്കാരൊക്കെ വെഡ്ഡികളാക്കിയിട്ട് എന്താ കാര്യം? അവർക്കറിയാം നിങ്ങൾ സ്വയം വെഡ്ഡികളാണ്. സ്വയം അരുന്ന് കൂട്ടി വാങ്ങി തമ്മിൽ അരുന്ന് കൂട്ടി വാങ്ങാതിരിക്കുക. ഞാൻ അവിടെ മലയാളം പറയണേ. എന്തുണ്ടായി ഹിന്ദിക്കാർ മലയാളം പഠിച്ചിട്ടുണ്ടോ? സംസാരിക്കും അങ്ങനെ ഇല്ല. അങ്ങനെ 8, 9, 10, 11, 12 ആയാലും എൻ്റെ ഫേസ് മാറുന്ന സമയം ഒരു ചുടുക്കാണെങ്കിൽ പണ്ട് 7ാം ക്ലാസ് വരെ ഒരു വിടർന്ന മുഖമാണെങ്കിൽ അത് മുഖം തിരിച്ചറിയാത്തതുണ്ടോ? അവിടെ അവർക്ക് തിരിച്ചറിയാണ്ട് അവർ വെഡ്ഡികളാക്കിയിട്ട് അവർ വെഡ്ഡികൾ തമ്മിൽ വെഡ്ഡികളാക്കി അരുന്ന് കൂട്ടി ചാവാണ് ചെയ്യണത്. നോക്കുമ്പോൾ ഒരു വേസ്റ്റ് ജീവിതം, കത്തിയരിച്ചത്താലും എന്തായാലും. അപ്പോൾ അതിൻ്റെ ആവശ്യമുണ്ടോ? ഇവിടെ ഹിന്ദി പറയണോടിയില്ല. അപ്പോൾ മലയാളം അവിടെ സംസാരിക്കണം. അത് മുഖത്ത് നോക്കി പേര് വിളിച്ച് സംസാരിക്കാൻ പഠിക്കും. അപ്പോൾ അതുകൊണ്ട് പറയണം, ഇങ്ങനെയുള്ളവർ എൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയുള്ളവർ നിങ്ങൾ തുझे ഉല്ലു ബനാ रहा है वो तुझे वो गलत फहमी फैला रहा है. അങ്ങനെയുള്ളവർ എൻ്റെ എത്ര വർഷം 30-30 സാൽ ഹോ ഗए 30 വർഷം എൻ്റെ മുഖത്ത് നോക്കി സംസാരിക്കലില്ലേ? മനസ്സിലായി? മലയാളത്തിൽ സംസാരിക്കാൻ പഠിക്കുക. അത് നിങ്ങൾ ലാച്ചിട്ട ധൈര്യമില്ലാത്ത അവസ്ഥയാണ് മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റാത്തത്. സംസാരിക്കാത്തവരോടും കള്ളു കുടിച്ച് നടക്കുന്നവരോടും സംസാരിക്കാത്തവരോടും അധികം സംസാരിക്കുന്ന ഭക്ഷണന്മാരോടും തെറ്റുമുറുകെ പിടിച്ച് നടക്കണ അരുന്നൂട്ടി ചാവണവരോടൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. അതിന് സംസാരം എന്ന് കൂടി പറയാൻ പറ്റില്ലേ?
വിവരം എന്താണെന്ന് മനസ്സിലാക്കി മാറാൻ പഠിക്കുക. അതാണ് സംസാരം. എക്സാക്ട് കമ്മ്യൂണിക്കേഷൻ വരുന്നത്. അല്ല കള്ളു കുടിച്ചിട്ട് അത് മലയാളം ഇവിടെ സംസാരിക്കണം. അപ്പോൾ പേര് ചൊല്ലി കുടിച്ച് നടക്കുന്ന ചെടുങ്ങളുടെ പോലെ ആവാണ്ട് പേര് ചൊല്ലി അധികം സംസാരങ്ങളൊക്കെ ഉണ്ടാകും. മുഖത്ത് നോക്കി ആരും പറയിപ്പിക്കാണ്ട് സംസാരിക്കാൻ പഠിക്കും. അതാണ് വേണ്ടത്. പണ്ടായാലും ഇപ്പോഴായാലും എന്തുകൊണ്ട് ഇപ്പോൾ സ്റ്റെയർ കേസ് കയറണോടത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് നമ്മുടെ മ്യൂസിക്. അപ്പോൾ അവിടെ സ്റ്റെപ്സ് കയറി അന്ന് ചെറുപ്പത്തിൽ പോകുമ്പോഴും വിചാരിക്കും ഇത് ചെറുപ്പത്തിൽ ഈ പിള്ളേർക്ക് എക്സസൈസ് ചെയ്യാൻ വേണ്ടിയാണോ ഇത് ഇത്രയധികം സ്റ്റെപ്പ്. 5ാമത്തെ നിലയിൽ കോർണറിലാണ് ഇത് സിറ്റുവേറ്റഡ് ആയിട്ടിരിക്കണം. അതിപ്പോൾ ലിഫ്റ്റ് ഇല്ല. അപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ കയറി വരുമ്പോൾ തിരിച്ച് വന്നാലോ കാര്യമില്ല. 23 വർഷം കഴിഞ്ഞിട്ടാണ് പോണേ. ഇതൊക്കെ പറഞ്ഞാൽ അന്നും നമ്മൾ റെഡി ആയിട്ട് പോകണം. അല്ലാണ്ട് വെറുതെ പോയിട്ട് കാര്യമില്ല. വെറുതെ പോയി തിരിച്ചു വരാനാണെങ്കിൽ നമ്മൾ ഇതിന് പറയാൻ വേണ്ടിയാണ് പോകണം. ഒന്നുമില്ല ഉണ്ടെങ്കിലും ഫേമസ് കോൺടാക്റ്റ് ആയിട്ട് വെച്ച് കാര്യങ്ങൾ നടന്നാലും. അന്നൊക്കെ പിയാനോ എന്ന് പറയുന്നത് അതിൻ്റെ നോട്ട്സ് എഴുതാൻ വളരെ നോട്ട്സൊക്കെ എഴുതുന്നത് ആ മ്യൂസിക് നോട്ട്സൊക്കെ എഴുതുന്നത് വളരെ എനിക്കിഷ്ടമല്ലായിരുന്നു. ഭയങ്കര ബോറടിക്കും പോലെ. അപ്പോൾ അത് പിയാനോ പഠിച്ച് അതിൻ്റെ ഒരു മ്യൂസിക് ഇന്നത്തെ പാട്ട് ഇറങ്ങുകയാണ് ചെയ്തതിനൊക്കെ എൻ്റെ ഹാർമോണിയം വീട്ടിലുണ്ട്. അത് മ്യൂസിക് ഇങ്ങനെ തന്നെ ഉണ്ടാക്കാൻ പറ്റും കൈ കൊണ്ട്. പിന്നെ നിർത്തി ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ പോകണമെങ്കിലും മൺഡേ തേഴ്സ്ഡേ സാറ്റർഡേ അങ്ങനെ പോവുകയാണെങ്കിലും 5:30 സ്കൂൾ വിട്ട് കഴിഞ്ഞിട്ട് പോവുകയാണെങ്കിലും 6:30-7:30 വരെ രാത്രി എനിക്ക് അങ്ങനെ വലിയ ഇഷ്ടമുണ്ടായിരുന്നില്ല. പിന്നെ മ്യൂസിക്കും പാട്ടും ക്ലാസിക്കൽ എത്രയും പാടും. അപ്പോൾ കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ പരിചയപ്പെട്ട് അറിയുമെന്ന് ചോദിച്ചാൽ അങ്ങനെ ജോലി സർക്കിളിൽ വന്നിട്ടുണ്ടായിരുന്നു. ജോലി സർക്കിളിൽ പാർട്ടിക്ക് വന്നിട്ടുണ്ടായിരുന്നു. സോനിക്കടഞ്ഞ മോൻ അങ്ങനെ പറഞ്ഞ് മനസ്സിലാവും. അപ്പോൾ അത് കുഴപ്പമില്ല. പിന്നെ കിരൺ പ്രകാശ് എന്നൊക്കെ പറഞ്ഞ ഒരു ചെറിയ ചെടുങ്ങ് എൻ്റെ നിന്നും വളരെ ഒരു ഹിപ്പ് വരെ ഉയർണ്ടാവുള്ളൂ. ഡാൻസ് കളിച്ചിരുമ്പോൾ ഈ പടുക്കോൻ പ്രകാശ് എന്ന് പറയുമ്പോൾ പടുപിടിയോട് ഉപദേശം ചോദിച്ചിട്ട് അന്നത്തെ രീതിയിൽ അന്ന് ഞാൻ സർക്കംസിഷൻ ചെയ്തിട്ടില്ല. താഴേക്കും മോളിക്കും തൊലി ഇറങ്ങണല്ലേ. അപ്പോൾ ആ പടുക്കോൻ കൊണ്ട് ഹിന്ദുസ് അല്ലല്ലോ ബൈബിൾ എഴുതി വെച്ചിരിക്കുന്നത് 2000, 3000, 4000 വർഷം മുമ്പ് ഇസ്രായേൽ ചെന്നിട്ട്. ഹിന്ദുസ് മൊത്തം അവിടെ ആയിരുന്നില്ലല്ലോ. അപ്പോൾ പടുക്കോനും അവിടെ കഷ്ടമാണ് പടുപടിയോട് ഉപദേശിച്ചു. അവർക്ക് എന്താ അറിയുക? ക്രിസ്ത്യാനി റോം കാത്തലിക്സ് അന്ന് തൊട്ട് അറിയില്ല. 888 മകനെ കുറിച്ച് സെക്കൻഡ് അതിൻ്റെ 382 324 + 2 26 അതിനാണ് മരുന്ന് കൂട്ടി വാങ്ങണം. ഇവർ സമയത്തിന് കുടിച്ച് ഡ്രഗ് അടിച്ച് വീടി വലിച്ച് കുടിച്ച് നടന്നിട്ട് കുട്ടിയും കഴിച്ച് പണ്ടത്തുള്ള ചെടുങ്ങുകളുടെ സ്വഭാവം, അത് കുശുമ്പും സ്വഭാവം. മൂത്തവരും ചെറിയവരും തമ്മിൽ വ്യത്യാസം അറിയില്ല. അപ്പോൾ ഇവരെന്താ ചെയ്യുക? അവർ എന്ത് പറഞ്ഞാലും അവർ വിട്ടിട്ട് അവർ ചെറുപ്പത്തിൽ തന്നെ മരുന്ന് കൂട്ടി വാങ്ങാം. വയസ്സായിട്ട് 90 വയസ്സായിട്ട് ചാവേണ്ടവർ, ഇപ്പം ഇന്ന് ചാവേണ്ടവർ, ഈ വർഷം ചാവേണ്ടവർ അന്ന് 2000 തന്നെ 6ാം ക്ലാസ്സിൽ 12 വയസ്സായിരുന്നപ്പോൾ ഒരു 8-3 എന്ന രീതിയിൽ 27 2 7 11 ആ രീതിയിൽ ചാവണം. അങ്ങനെ ഓരോ സമയത്ത് ഓരോന്നുണ്ടാവുന്നത്. അപ്പോൾ ആ രീതി തീരുമ്പോൾ അവർക്ക് അങ്ങനെ അറിയണമെന്നില്ല. മെറ്റീരിയലിസ്റ്റിക് രീതിയിലുള്ളവർ എന്ത് തുടർന്നാലും അവരതുപോലെ കുശുമ്പും കുന്നായും വെച്ച് ഇല്ലാണ്ടാവുക. തോറ്റ വേർഡ്സ് മാത്രം മുട്ടിന്ന് വിടണ പോലെ നിന്ന് വരും. വായിന്ന് വരേണ്ടത് വിവരമുള്ള വാക്കുകളാണ്, വചനങ്ങളാണ് വരേണ്ടത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അവരെന്താ ചെയ്യുക? അങ്ങനെ മരുന്ന് കൂട്ടി വാങ്ങി മെറ്റീരിയലിസ്റ്റിക് നേച്ചർ വേണ്ടാത്തതൊക്കെ ആരാധിച്ചിട്ട് അങ്ങനെ കത്തിയരിച്ച് ചാവേ, പീസായി ചാവേ, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത ജീവിതം എന്ന് പറയാൻ പറ്റുമോ അതിനെ? അപ്പോൾ കിരൺ പ്രകാശ് വീണ്ടും പറയുമ്പോൾ താഴേക്ക് മോളിക്ക് ഇറങ്ങില്ല. അപ്പോൾ അങ്ങനെ റോമൻ കാത്തലിക്കായിട്ട് ഇങ്ങനെ വലിയ ചർച്ചയില്ല, ക്രിസ്ത്യാനിറ്റി ആയിട്ട് എനിക്ക് ചർച്ച. അപ്പോൾ അവരിങ്ങനെ ക്രിസ്ത്യാനിറ്റിക്ക് ആക്കിയിട്ട് ഇങ്ങനെ പറയണ രീതി പറഞ്ഞാലും സുഭാഷിനെ അറിയാം അങ്ങനെ. അപ്പോൾ അങ്ങനെ വലിയ നമ്മൾ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ വലിയ മുതിരാണ്ട് ഇങ്ങനെ വല്ല നക്കി കുറ്റിച്ച് കാര്യങ്ങൾ വരാണ്ട് താഴേക്ക് തൊലിക്ക് മുകളിലേക്ക് ഇറങ്ങാണ്ട് ഷാഫ്റ്റിൻ്റെ വലിയൊരു കട്ടായിട്ട് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അതൊരു സർക്കംസിഷൻ എന്നൊക്കെ പറയുമ്പോൾ അവർക്ക് ഹിൻറ്റ് മനസ്സിലാക്കുമ്പോൾ പറയാൻ പറ്റും. അറിയാമെങ്കിലും ഷുർഖാൻ എന്തെങ്കിലും ഫേക്ക് പേര് അവർക്ക് അറിയുന്നതാണെങ്കിലും ഫേക്ക് പേരിലും പകുതി അറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ഉടനെ അറിയാൻ ശ്രമിക്കില്ല. അപ്പോൾ ഇവർ സുഭാഷനെ കക്കോൾഡ് അതൊക്കെ മെച്ചുവർ ലെവലിൽ നമ്മൾ അറിഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. യേശുവിനും പ്രസംഗിക്കുമ്പോൾ കന്യകയെന്ന് ജനിക്കുമ്പോൾ ഇപ്പം നമ്മൾ പറയണ പോലെ കന്യകയെന്ന് ജനിക്കുക പറയുമ്പോൾ ടീനേജിൽ നിന്നുണ്ടായി. കന്യക വിശ്വാസത്തോടെ 45 വയസ്സായി 19 വയസ്സുകാരിയെ സ്വീകരിച്ചു എന്ന് വെച്ചാൽ വേറെ ഉപേക്ഷിച്ചില്ല ആരും. അപ്പോൾ ഏഞ്ചൽസ് എന്ന് പറഞ്ഞാൽ മനുഷ്യർ തന്നെയാണ്. അവർ നമ്മൾ യേശു എന്ന് പേരിടണം. അങ്ങനെ ഫെയ്ത്ത് അങ്ങനെ ആ വംശാവലിയിൽ വന്ന് വയസ്സായി ജനിച്ചതല്ല എന്ന് കാണിക്കേണ്ട ആ രീതിയിൽ വന്ന് കക്കോൾഡാണെങ്കിലും സ്റ്റെപ്പ് ഫാദർ ആണെങ്കിലും പിന്നെ മക്കളുണ്ടാക്കി കന്യക ജനിച്ചപ്പോൾ ആ യേശുവിനും അങ്ങനെ ഒരു ഇത് കക്കോൾഡ്നെസ് ആ ഒരു മനസ്സുണ്ട്. പക്ഷെ എന്നാലും അതിൽ വരണില്ല. അങ്ങനത്തെ ശോഷിച്ച വാക്കുകൾ പറയാണ്ട് അത് പറയണം. അവർ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട്
അതിനെ ഓർമ്മയ്ക്കായി ചെയ്യുമെന്ന് പറയുകയാണ്. തിരിച്ച് പ്രതീക്ഷിക്കേണ്ട, അവരുടെ വിഡ്ഢിത്തന്മാരൊന്നും പ്രതീക്ഷിക്കാൻ വേണ്ട. പങ്കുവയ്ക്കുക, സ്നേഹമായാലും എന്ത് വീട്ടുകാരെ പങ്കുവയ്ക്കുകയാണെങ്കിലും സ്നേഹം, നല്ല സദ്വചനങ്ങൾ, സ്ട്രോങ് വചനങ്ങൾ പറയുകയാണെങ്കിലും, നമ്മളെ ഈ ഫുഡ്, നല്ല ഭക്ഷണം, നല്ല ആൾക്കോൾ ഇല്ലാത്ത പാനീയം പങ്കുവയ്ക്കുകയാണെങ്കിലും, എന്തെങ്കിലും സ്നേഹം പങ്കുവയ്ക്കുകയാണെങ്കിലും എല്ലാം അത് ഓർമ്മിക്കാൻ ചെയ്യുന്നത്. തിരിച്ചും പ്രതീക്ഷിക്കാണ്ട്, ശോഷിച്ച വാക്കുകൾ ഉപയോഗിക്കാണ്ട്, ശോഷിച്ചത് കഴിച്ച് നടക്കാണ്ട്. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇങ്ങനെ നടക്കണം അവർ. അപ്പം നിങ്ങൾ അന്ന് 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 നമ്മൾ സ്കൂൾ പിള്ളേരൊന്നും അങ്ങനെ കല്യാണത്തിനെ കുറിച്ച് ചിന്തിക്കണില്ല. അന്ന് ജോലിയില്ല, ഒന്നുമില്ല. വീട്ടിൽ കൊണ്ടുവന്നാലും എന്താ ജോലി, നമുക്ക് നമ്മളെ ഒരു ഇത് വെച്ച് പോകണം. മെറ്റീരിയലിസ്റ്റിക് ജോലി ചെയ്യണമല്ലോ, അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സർക്കംസിഷൻ എന്ന് പറയുന്നത് 24 പൈസയിൽ ചെയ്യുന്നതാണ്. 2012 അത് 12/00 സമയം 24 8 സുനാമി വന്ന സമയത്തും 2004 2024 വയനാട് പൊട്ടി മുളച്ച് താഴെ എല്ലാവരും പീസ് ചത്തതും അത് ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് ഉണ്ടാവണം. ഇപ്പോൾ കൊറോണ വന്നതും എല്ലാവരും പള്ളികളൊക്കെ പൂട്ടി, 1 മിനിറ്റ് പൂട്ടിയതല്ല, 2-2.5 വർഷം ഇങ്ങനത്തെയുള്ള വെഡിത്തങ്ങൾ ആരാധന, പള്ളിയിലൊന്നും പോകേണ്ടത്ത സമയം വരുമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈശോ. അപ്പോൾ അത് വീണ്ടും നിങ്ങൾ ആ വെഡിത്ത റിപ്പീറ്റ് ചെയ്യണം. എന്ത് കൊറോണ നിത്യജീവൻ്റെ രീതിയിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും അത് സമയത്ത് നടക്കും. അപ്പോൾ കേരള ഫ്ലഡ്സൊക്കെ വരുന്ന ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് കുറേ വർഷങ്ങൾ, 100-200 വർഷങ്ങൾ കഴിഞ്ഞിട്ട് വരണം അങ്ങനെ വ്യാപിച്ചിട്ടുണ്ടായിട്ടില്ലേ പീസേജ് ആവുന്നതൊക്കെ. വയനാട് പോലത്തെ എല്ലാം 2 മണി 2:04 2:15 എല്ലാത്തിലും ഉണ്ടാവണ പോലെ ജൂലൈ 30 ഓഗസ്റ്റ് 2 ദിവസം മുമ്പ് എല്ലാം കൂടി എത്ര പേര് മരിച്ച്, 300-350 പേര് ഇല്ലാണ്ടായി ഒരുമിച്ച്. അത് വെറുതെ കുഴിച്ചിടല്ല, പീസായി വെള്ളമെല്ലാം ഇല്ലാണ്ടായി. അവർ ഇവരിങ്ങനെയുള്ള കുഴിച്ചിടേണ്ട കാര്യമുണ്ട്. ഇവരുടെ സ്ഥിതി നോക്കുമ്പോൾ ഒരു ജീവിതം എന്ന് പറയാൻ പറ്റും. ജീവിതം എന്ന് പറയാൻ പറ്റുമോ തന്നെ? ഇല്ല. അപ്പം നിങ്ങൾ വീണ്ടും ഈ ഹിന്ദിക്കാരെ ഉല്ലുകളാക്കുക. തുമേ ഉല്ലു ബനാ രഹാ ഹൈ, ഗലത് ഫഹമി ഫൈലാ രഹാ ഹൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഹിന്ദിക്കാരോട് സംസാരിച്ച് ഈ ചിടങ്ങൾ അവർ ആവശ്യമില്ലാണ്ട് പറയിപ്പിച്ച് എന്തെങ്കിലും കോൺട്രാക്ടർ എന്തെങ്കിലും ഫേക്ക് ഗോസ്റ്റ് കോൾ ചെയ്തിട്ട് വെറുതെ പണി കഴിഞ്ഞു എന്ന് പറഞ്ഞ് വിളിപ്പിക്കുന്നതിലേ കാര്യമില്ല. അമ്മളി പറ്റിയെന്ന് പറഞ്ഞിട്ട് അതുകൊണ്ട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് ആരും വിളിച്ച് പറയണമെന്ന് ചോദിക്കേണ്ട കാര്യമില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് തന്നെ അറിയാതെ മുഖത്ത് നോക്കി സംസാരിക്കണല്ലോ നിങ്ങൾ എൻ്റെ മുഖത്ത് നോക്കി. അപ്പോൾ ഹിന്ദിക്കാരെ നിങ്ങൾ ഉല്ലുകളാക്കാണ്, വെഡ്ഡികളാക്കാണ്. ഞാൻ ഹിന്ദി പറയണല്ലോ ഇവിടെ, ഞാൻ ഹിന്ദി പറയാറില്ല. ഇങ്ങനെ ഹിന്ദി പറയാൻ നിങ്ങളും പറയും, എല്ലാവരും പറയും. മലയാളത്തിലായാലും ഹിന്ദിയിലായാലും തമിഴിൽ അറിയില്ലെങ്കിൽ മലയാളം ഇംഗ്ലീഷ് സംസാരിക്കും. അതിൽ വേറെ ഒന്നും വരണമല്ലോ. സാധാരണ രീതിയിൽ തോർത്തുകൊണ്ടിട്ട് അല്ലെങ്കിൽ ഇതായിന്ന് പറഞ്ഞിട്ട് കാര്യങ്ങൾ ചെയ്യണം, അത്രേ ഉള്ളൂ. ഇവിടെ ഹിന്ദി പറയണല്ലേ. വീട്ടുകാരെ പറഞ്ഞിട്ടെന്ത് കാര്യം? വീട്ടുകാർ അന്ന് തൊട്ടായിരുന്നു തൊട്ടി വാങ്ങിയിരിക്കുന്നതാണ് പടുപടിയോട് ഉപദേശം വെച്ചിട്ട്. അപ്പോൾ അവരുടെ വീട്ടിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം, അവരുടെ കോൺടാക്ട്സ് വെച്ചിട്ട്. അപ്പോൾ അത് മനസ്സിലാക്കാം. അപ്പോൾ ഹിന്ദിയിൽ പറഞ്ഞിട്ട് പോയി മെഴുകാണ്ടേ ചാവാൻ നോക്കാൻ പറയുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ ഹിന്ദിക്കാരെ വരെ ഉല്ലുകളാക്കാണ്. അപ്പോൾ ഉല്ലു ബനാരെ ഗലത് ഫഹമി ഫലാരെ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിനേക്കാളും വലിയ അസല് കാണ്ടുകളാണ്. എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വെഡിത്തം തിരിച്ച് ചെയ്യുന്നത് അതന്നെ അരന്നൂട്ടി വാങ്ങാനാണ്. ആരെക്കുറിച്ച് പറഞ്ഞാൽ നിങ്ങളെന്തായാലും എൻ്റെ മുഖത്ത് നോക്കി ഇതൊന്നും പറയാൻ പോകണല്ലേ. അത് പണ്ട് തൊട്ട് അങ്ങനെയുള്ളതാണ്. എന്നെക്കുറിച്ചാണ് പറയാനുള്ളത്. പറയിപ്പിച്ച് മാത്രമേ പറയൂ. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യുന്നത് പങ്കുവയ്ക്കുന്ന വ്യത്യാസമാണ്. ശോഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടല്ല. അത് മനസ്സിലാക്കുക, മാറാൻ പഠിക്കുക. ഇതോർക്കത്ത് ശബ്ദം. അപ്പോൾ ഏത് ഭാഷയിൽ സംസാരിച്ചാലും ഇത് മെയിനായിട്ടുള്ള ഭാഷയിൽ പ്രൈമറി ലാംഗ്വേജ് സംസാരിക്കുന്നത് നല്ലത്. ഏത് ലാംഗ്വേജിൽ നിന്ന് വന്നതായാലും ഏത് വഴങ്ങി സംസാരിക്കുകയാണെങ്കിലും അത്. അപ്പോൾ എൻ്റെ മുഖത്ത് നോക്കി എന്തായാലും പറയുന്നെങ്കിൽ തോന്നണമല്ലോ. എൻ്റെ മുഖത്ത് നോക്കി പറയില്ല. അപ്പോഴും നിങ്ങൾ മിണ്ടാണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെക്കുറിച്ച് പറയാനുള്ളതെന്ന് ചോദിച്ചാൽ അറിയില്ലല്ലോ. നിങ്ങൾ ആരെക്കുറിച്ച് പറയണമെങ്കിൽ നിങ്ങൾക്ക് അറിയില്ല. എന്നെക്കുറിച്ചൊന്ന് പറയണമെങ്കിൽ തോന്നിയിട്ടുമില്ല, അതിനെക്കുറിച്ച് പറയുമില്ല. എന്ത് വാക്കാണെങ്കിൽ. അപ്പോൾ യേശു എന്ന് പറയുന്നത് പല ഫാമിലി. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉറച്ച് നിൽക്കട കുണ്ടെന്നാരെന്ന് പറയുന്നത്. യേശു എന്ന് പറയുന്നത് ബാക്കി ഫേക്ക് പേരുകൾ വയ്ക്കുന്ന ആര്യ. അതുകൊണ്ട് നിങ്ങൾ എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കുണ്ടെന്നാരെന്ന് പറയണേ. അല്ലെങ്കിൽ നേരെ ഗാണ്ടടിച്ച് പൊട്ടിക്കുന്നു. അത് പറയേണ്ട കാര്യമില്ല. ഇത് അപ്പം നിങ്ങളെന്തെങ്കിലും അറിയണ പോലെ സംസാരിക്കുക. നിങ്ങളതിനെ അറിയില്ലല്ലോ എന്ന് പറഞ്ഞത് എനിക്ക് ഏറ്റവും ഉത്തമം. നിങ്ങളതിനെ അറിയില്ല എന്ന് പറഞ്ഞല്ലോ എനിക്ക് ഏറ്റവും സന്തോഷമായി. എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല. ഞാൻ എല്ലാവരും എങ്ങനെയാണ് എന്നെ എല്ലാവരും അറിയണം എനിക്കൊരു നിർബന്ധമില്ല അങ്ങനെ പറഞ്ഞ് അല്ല. എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്ക് ഒരു നിർബന്ധമില്ല. എന്നെ എല്ലാവരും അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല.
എന്നെ അറിഞ്ഞിടത്തോളം മതി, എന്നെ അറിഞ്ഞിടത്തോളം കാലം മതി. പിന്നെ അത് പഴി വന്നിട്ട് അത് യേശുയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. എല്ലാവരും അറിയണമെന്ന് നിർബന്ധമില്ല. കള്ളനെ പോലെ വരും, അല്ലെങ്കിൽ എല്ലാവരും അറിഞ്ഞാലും അല്ലെങ്കിൽ കോസ്മിക് വിഷനിൽ കണ്ടാലും അവർ തിരിച്ചറിയണ മുഖം പോലെ ആയിരിക്കില്ല. എൻ്റെ മുഖത്തിന് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ആ മാറ്റങ്ങൾ ബോഡി സ്ട്രക്ചർ ആണെങ്കിലും ഹെയർ സ്ട്രക്ചർ ആണെങ്കിലും അത് മേക്കപ്പ് ഉണ്ടായിട്ടല്ല, ഭൂഷോഷിച്ച വാക്കുകൾ പറഞ്ഞിട്ടല്ല, അതൊരു പ്രത്യേക മാറ്റം. അപ്പോൾ അവർക്ക് കണ്ട മുഖത്ത് നോക്കി ഇതാണോ അതാണോ അറിയണ്ടെങ്കിലും ബാക്കിയുള്ളവരോട് ഡിസ്കസ് ചെയ്ത് നടക്കണ പോലെയല്ല, അവഗണിച്ച് കാണുന്ന പോലെ ഈ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ ഇരന്ന് കൂട്ടി വാങ്ങി ഇവരുടെ അന്ധവിശ്വാസമാണ്, പുനർജന്മം മിഥ്യയാണെന്ന് പറഞ്ഞു തന്നിട്ടും അതന്നെ റിപ്പീറ്റ് ചെയ്യണം അവർ. തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു ഗുണമില്ലാത്ത ജീവിതം അവർ കുഴിച്ചിടണം, കത്തിച്ച് കളഞ്ഞാലും തിരിച്ച് നോക്കുമ്പോൾ ജീവിതമല്ല ജീവിതം എന്ന് പറയാൻ പറ്റുമോ തന്നെ. ധൈര്യമായിട്ട് ഇരിക്കാൻ പറയും. ശോഷിച്ച വാക്കുകൾ നാവിന്ന് ഉപയോഗിക്കാണ്ട് വിസ്പർ ചെയ്യാണ്ട് മര്യാദയ്ക്ക് നടക്കാൻ പഠിക്കാൻ. അതുകൊണ്ട് ഫിസിക്കലി ഇഞ്ചർ ചെയ്തു എരുന്ന് കൂട്ടി വാങ്ങി അതല്ല. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങൾ പറയുമ്പോൾ, അപ്പോൾ യേശുവിനെ യേശു എന്ന് പറയുന്നത് നിങ്ങൾ വല്ല ഡ്രഗ് അഡിക്ട്സ് മുടി വളർത്തി ഓരോ പ്രതിമയുടെ മാലയും ഒക്കെ മോതിരം ആരാധിച്ച് നടക്കണവർ വരെ നിങ്ങൾ യേശു എന്ന് പറയും. അതാണ് യേശുവിടെ വരവിന് ടൈമിംഗ് അനുസരിച്ച് പറയണം. ടൈമിംഗ് പലർക്കും മനസ്സിലാവില്ല പെട്ടെന്ന്. ആ ടൈമിംഗ് പല വെടിത്തങ്ങളിൽ പെടും. ടൈം അല്ലെങ്കിൽ 8 and 8 into 3 24 plus 2 26 ആ രീതിയിൽ. അതുകൊണ്ട് ഈവൺ ഇഫ് യഹോവസ് ടൈമിങ് എവരിത്തിങ് ഹാപ്പൻ, ലിവിങ് ഗോഡ് നോസ് ദ ടൈം. ഇപ്പം സണ്ണിന് മകന് മനുഷ്യമായ പരിമിതികളുണ്ട്, മനുഷ്യരുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അതിൻ്റെ സണ്ണിൻ്റെ സമയം പെട്ടെന്ന് മനസ്സിലാക്കണമെന്നില്ല, പക്ഷെ മനസ്സിലാവും. അപ്പോൾ മനുഷ്യരുടേതുള്ള ഉൾക്കാഴ്ചയിൽ വരും. അപ്പോൾ ഈവൺ ലിവിങ് ഗോഡ്സ് ടൈമിങ് എവരിത്തിങ് ഹാപ്പൻ, ജീവനുള്ള ദൈവത്തിൻ്റെ സമയത്ത് നടന്നെങ്കിലും അത് സൺ ഡസൻ നോ ദ ടൈം, അതിൻ്റെ മകൻ അറിയണമെന്നില്ല എന്ന് പറയണത് അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വലിയപ്പോൾ എന്ന് പറയുമ്പോൾ ഞാൻ നോക്കണ്ട അപ്പോൾ ഇല്ല. അപ്പോൾ നിങ്ങൾ യേശു എന്ന് പറയുന്നത് ആര്? അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കൊണ്ടുവന്നാര്, അതല്ലെങ്കിൽ നിൻ്റെ ഗാണ്ടടിച്ച് പൊട്ടിക്കുമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നിങ്ങൾ ഈ ഹിന്ദിക്കാരെയും എല്ലാവരെയും വെഡ്ഡികളാക്കി തമ്മിൽ കുഴിയിൽ ചാടിച്ചിട്ട് കാര്യമില്ല. ഞാൻ ആരും കുഴിയിൽ ചാടിക്കാൻ പോയിട്ടില്ല, ശോഷിച്ച വാക്കുകളൊന്നും പറയാൻ പോയിട്ടില്ല. പിന്നെ ഓരോ നമ്മളിപ്പോൾ അനിയന്മാർ, ഇപ്പോൾ ഇവരൊക്കെ അനിയന്മാരാണ്. ക്ലീശോ ആണെങ്കിലും കുമ്മൂട്ടി, ഫേക്ക് പേരുള്ള ഷിജിൻ, ഐശ്വര്യ റായ്, ഷൂറുഖ് ഖാൻ, ഇതൊക്കെ ഫേക്ക് പേരുകളാണ്. ഒരു വീട്ടും പേരനുസരിച്ചിട്ട് ഷൂറുഖ് ഖാൻ അല്ലെങ്കിൽ ഐശ്വര്യ റായ് അല്ലെങ്കിൽ എന്താണ് സീനിയർ സിറ്റിസൺ എന്ത് പറഞ്ഞാലും മോഹൻലാൽ എല്ലാവരും അവർക്ക് ചേട്ടനും ചേച്ചിമാരാണ് ഉള്ളത്. മഞ്ജു വാര്യർ, അതൊക്കെ ഫേക്ക് പേരുകളാണ്, അല്ലെങ്കിൽ ആരായാലും. അപ്പോൾ അവർക്കൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞാൻ മൂത്തതായിട്ട് എനിക്കിപ്പോൾ അതിന് വ്യത്യാസമുണ്ട്. അപ്പോൾ ഓരോ വെഡ്ഡികൾ ഇപ്പോഴും ഓരോ വെഡ്ഡിത്തം വന്നതിന് തൊട്ട് പറയാമല്ലോ, മൂട്ടിൽ നിന്ന് വിട്ട് മായക്കോടെ വിട്ട് മര്യാദയ്ക്ക് രാവിലെ തൂറാൻ പോവാണ്ട് ഇങ്ങനെ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ഫേക്ക് പേരുകളാണ്. ഈ ട്രാൻസ്ജെൻഡറിങ് പണ്ടത്തെ വെഡ്ഡിത്തം അവർ മാറ്റാറായിട്ടില്ലേ. ട്രാൻസ്ജെൻഡർ, കക്കോൾഡ്, അതിൽ നിന്നുണ്ടായ ചിടുങ്ങുകൾ, ജനറ്റിക് ഡിസോർഡർ ഉള്ളവരെ, അല്ലെങ്കിൽ മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സ് ഇത് പറയുമോ, അവർ ഈ തെറ്റുകൾ ചെയ്ത് നടന്നു ഇതിന് മുറുകെ പിടിച്ച് നടക്കും. അവരെന്താ ചെയ്യുക, ഈ കക്കോൾഡും ട്രാൻസ്ജെൻഡറും ജനറ്റിക് ഡിസോർഡർ ഉള്ളവരെയും കള്ള് കുടിച്ചിട്ട് അടിച്ച് നടക്കുന്നവരെയും പിന്നെ മറ്റേ എന്താണ് ഈ കുറേ തലകളുള്ളവരെയും മൃഗങ്ങളെ എല്ലാത്തിനെയും ആരാധിച്ച് ആവശ്യമില്ലാണ്ട് ആരാധിച്ച് നശ്വരമായി ഇതിനെ ആരാധിക്കാൻ പാടുണ്ട്. ബ്രഹ്മൺ, യഹോവ, ഇല്ലാഹി എല്ലാത്തിനും ആരാധിച്ച് കുഴപ്പമില്ല, ശരി. ഇതിനൊക്കെ ആരാധിച്ച് പേരും ബർത്ത് റേറ്റും സ്വന്തം ജെൻഡർ മാറ്റണവരാണ്. അങ്ങനെ അതുകൊണ്ട് നിങ്ങളുടെ കൂടെ ഹിജറകൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത കാര്യമില്ല. ഹിജറകളെ കൊണ്ട് തിരുത്തുക നിങ്ങളുടെ കൂടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിനേക്കാളും വലിയ വെട്ടിത്തം പറയും. എന്നിട്ട് ഇതിനൊക്കെ ആരാധിച്ച് പേരും ബർത്ത് റേറ്റൊക്കെ മാറ്റിയിട്ട് ആരെയും പറയിപ്പിച്ച് മാത്രം അവർ സംസാരിക്കും. ഞാൻ പറയിപ്പിക്കാണ്ട് പറയണേ, അതുപോലെയല്ല, പറയിപ്പിച്ച് മാത്രം സംസാരിക്കും. അവരുടെ കുതിര മോന്ത എലി മോന്ത കണ്ടറിയാം. ഒരു ടൈപ്പ് ഓട്ടോ ജോർജ്, സന്തോഷ് പണ്ഡിറ്റ്, പണ്ടത്തെ ഒരു ബൈജു, അല്ലെങ്കിൽ ഒരു തരം ഒരു ശ്രേണിയിൽ കിടക്കുന്നുണ്ട്. അടൂർബാസി മണി അങ്ങനത്തെ ഉള്ള ഒരു ശ്രേണിയിൽ കിടക്കുന്നുണ്ട്. അവർക്ക് പഴകിയ മുഖങ്ങളാണ്. പഴകിയ മോന്തനെ എനിക്ക് അനുകരിക്കേണ്ട കാര്യമില്ല, അത് പറയാം. അപ്പോൾ ഞാൻ ആരും പറയിപ്പിച്ച് മാത്രം പറയും. ആരും പറയിപ്പിച്ച് തെറ്റായ മെറ്റീരിയലിസ്റ്റിക് ഇൻഫോർമേഷൻ കൊടുക്കും. മണ്ടൻ ഡയലോഗ് പറയും. സ്വന്തം ജീവിതത്തിലും ഇല്ല, ഇവരുടെ ജീവിതത്തിലും ഇല്ല. മണ്ടൻ ഡയലോഗ് പറഞ്ഞ് ബാക്കിയുള്ളവരെ വിഡ്ഢികളാക്കും. ഈ മെറ്റീരിയലിസ്റ്റിക് വിഡ്ഢികളെ ഇവർ വിശ്വസിക്കാനും അതൊക്കെ. അപ്പോൾ എല്ലാത്തിനും കിട്ടേണ്ട സമയത്ത് കിട്ടും. അതുകൊണ്ട് പഴകിയ ഇങ്ങനെയുള്ളവരുടെ പേരുകളോ അങ്ങനൊന്നും ചെറുപ്പത്തിൽ മുതൽ നിങ്ങൾ തിരിഞ്ഞ് നോക്കിക്കോ, റിവൈൻഡ് ചെയ്ത് നോക്കിക്കോ. ഒരു പഴയ പ്രൂഫായിട്ടുണ്ട്. പഴകിയ പേരുകളൊന്നും
എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഇങ്ങനത്തെ ചെറുപ്പത്തിൽ 9 വർഷമായാലും ഇവിടെ ആയാലും 10 വർഷം എവിടെയാണെങ്കിലും എന്തായാലും. അപ്പോൾ പഴകിയവരെ അനുകരിച്ച് നടക്കണവരുണ്ട്, പഴകിയവരെ കോപ്പി ചെയ്ത്. അങ്ങനെയല്ല, പഴകിയവരെ ഞാൻ കോപ്പി ചെയ്യാറില്ല. അതുകൊണ്ട് പഴകിയവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. കുറേ പഴകിയ മോന്ത ഇരിക്കുന്നതും ഒരു തെളിഞ്ഞ അങ്ങനെ ഒരു പുതിയതാവാൻ ശ്രമിക്കും. ഇപ്പോൾ കൊറോണ ഇതൊക്കെ വന്നെല്ലാം മാറി വന്നിട്ട് പുതിയതായിട്ട് അപ്പോഴും ഞങ്ങൾ വെഡി തന്നെ റിപ്പീറ്റ് ചെയ്യണം ഈ വെഡിത്തെ മെറ്റീരിയലിസ്റ്റിക് ആരാധനകൾ. അപ്പോൾ പഴകിയവരെ എനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുതിയതിനെ സെലക്ട് ചെയ്യുന്നത് കണ്ടറിഞ്ഞ് നടക്കുന്നതും, അതുപോലെ സാധാ ഭക്ഷണം ഉണ്ടാക്കി ഷോപ്പിങ്ങിന് പോയി അവരുടെ മക്കളെ ഉണ്ടാക്കുന്നതും, അവരെ അഡോപ്ഷൻ ചെയ്യുകയാണെങ്കിൽ അത് നടന്നില്ലെങ്കിൽ സാധാ രീതിയിൽ സംസാരിച്ച് വരണം. സാധാ രീതിയിൽ സംസാരിച്ച് എന്നാലും അവരുടെ ഞാനായിട്ട് എനിക്ക് സിനിമ കാണുന്നത് ഇഷ്ടമില്ല. പിള്ളേർക്ക് അറിയാനായിട്ട് സിനിമ കാണിച്ചു തരും. ഒരു 3-4 സിനിമ വർഷത്തിൽ അവർ ലാപ്ടോപ്പിലിരുന്ന് കാണും. അങ്ങനെ സാധാരണ ടെസ്റ്റ് ചെയ്യാൻ ചോദിക്കുന്നത് മക്കളെ അപ്പനും അമ്മയും തന്തേനെയും തങ്കച്ചീനെയും അപ്പച്ചീനെയും തള്ളേനൊക്കെ നോക്കി തള്ളാൻ വിളിച്ചാൽ മതി. നോക്കില്ലേ പനിയൊക്കെ വരുമ്പോൾ അത്ര പെട്ടെന്ന് പോകുന്ന വിചാരിച്ചാൽ ആരോഗ്യത്തോടിരിക്കും വിചാരിച്ചിട്ടല്ല. അല്ല ഇങ്ങനെ അപ്പോൾ പനി വരുമ്പോൾ കുട്ടിക്ക് അവരെ ടെസ്റ്റ് ചെയ്യാൻ അവരെന്താ ചെയ്യാൻ പോകണം, കാശ് തരും, മരുന്നൊക്കെ തരും എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ കുറേ നാൾ ജീവിക്കും. അങ്ങനെയൊക്കെ സാധാരണ മെച്യൂർ ലെവലിൽ ചിന്തിക്കുമ്പോഴാണ് കാര്യങ്ങൾ വരണം. അവിടെ യേശുവയും അങ്ങനെ കണ്ടു വളർന്നതാണ്. യേശുവും ആ സമയത്ത് തിരിച്ചൊന്നും തിരിച്ച് അവരുടെ വെട്ടിത്തമാർ പ്രതീക്ഷിക്കേണ്ട. അപ്പോൾ നമ്മൾ പറഞ്ഞാലും എനിക്ക് എൻ്റെ വൈഫിൻ്റെ ബ്രോ ആയിട്ട് ഇരിക്കുന്നത് ഇഷ്ടം. കോൺടാക്ട്സ് ഫ്രണ്ട്സൊക്കെ ഉണ്ട്. ഭർത്താവ് പറഞ്ഞിട്ട് സെക്സ് ലൈഫൊക്കെ ഉണ്ട് ചെയ്താലും ഈ സാധാരണ രീതിയിൽ ഷോപ്പിങ്ങും ഭക്ഷണം ഉണ്ടാക്കലും ടേസ്റ്റുള്ള എന്നൊക്കെ പറഞ്ഞ് മക്കളുണ്ടായി അങ്ങനെ കാര്യങ്ങൾ ചെയ്താൽ അവർ ഇങ്ങോട്ട് തിരിച്ച് റെസ്പോണ്ട് വേണ്ടേ. ജീവിയുടെ മുഖമുള്ളവരാണെങ്കിലും ഏത് മുഖമാണെങ്കിലും പണ്ടത്തെ ചെറിയപ്പോഴുള്ള സർക്കംസിഷൻ ചെയ്യാത്തപ്പോൾ ഉള്ള സമയത്തല്ല 2012 വയസ്സായപ്പോൾ സർക്കംസിഷൻ ചെയ്ത് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പോൾ അത് കഴിഞ്ഞ് പുറത്തിറങ്ങി ചെയ്യുന്നതാണ് ടെസ്റ്റ് ചെയ്യാൻ. അതിൻ്റെ അബ്സോർപ്ഷൻ്റെ ആ ഒരു തുന്നി കളയേണ്ടത്, അത് അബ്സോർബ് ചെയ്ത് സ്കിന്നിലേക്ക് അലിഞ്ഞ് ചേർന്നു. അപ്പോൾ ചേർന്ന് വരുന്നതാണ്. അതിൻ്റെ 1 വയസ്സ് ഷൂറുഖാനും ഫേക്ക് പേരുള്ളവരും കുമ്മുട്ടി ഷിജിനും ചിലപ്പോൾ 1 വയസ്സ് തൊട്ട് 1 വയസ്സും അതിനു മുമ്പും 8 മാസം 8 ആഴ്ചയുള്ളപ്പോൾ 8 ദിവസമുള്ളപ്പോൾ ചെയ്ത പോലെ അല്ല അത്. അപ്പോൾ പഴകിയവരെ അനുകരിക്കല്ല. അവരെ എവിടെയും കൊടുക്കണം. ഏതോ തിരുവനന്തപുരത്തും കോട്ടയത്തും ആലപ്പുഴയിലും ഒക്കെ വളർന്ന് അവിടെ തന്നെ ചടഞ്ഞുകൂടി നടന്നവർ, ഏതോ വയസ്സക്കാലത്ത് നടന്നവർ, അവർ കള്ളിന് ക്ലാസ്സിൻ്റെ ഒരു തരില്ല, കുട്ടികളുടെ തരില്ല. ഹിന്ദി മലയാളമായിട്ട് എനിക്ക് ബന്ധമില്ല, മനസ്സിലാവണ്ട. വെഡിത്താണ് പറയുന്നത്. സീനിയർ സിറ്റിസൺ ആണെങ്കിലും അങ്ങനത്തെ ഹിന്ദിയെ പറയണില്ല. പിന്നെ ഇങ്ങനെ അങ്ങനെയാവും. അപ്പോൾ എന്നെ അങ്ങനെ ഞങ്ങൾ വിളിക്കുന്നത് തോന്നിയിട്ടുമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ. അപ്പോൾ ഒരു ഇതിൽ പറയുമ്പോൾ അന്ന് എന്നെ അങ്ങനെ വിളിക്കാൻ തോന്നിയിട്ടില്ല. അപ്പോൾ പല അങ്ങനെ അവരൊക്കെ ചടഞ്ഞുകൂടി കള്ളും 12 വയസ്സ് തൊട്ട് ചിന്തഭാരമുള്ളവർ, അധികം ചിന്തിക്കണവർ, അധികം ചിന്തിക്കാൻ കഴിയും. അന്ന് പഴയ കാര്യങ്ങളുള്ളവരാണ്. ടെക്നോളജി ആയിട്ട് പെട്ടെന്ന് ഞാൻ 2888 ജനിച്ച് 2000 എല്ലാം മറിയണ പോലെ അവരുടെ വീട്ടിലും അവരുടെ പരിസരത്തും നിന്നിട്ടായിട്ടില്ലേ. അത് ടെക്നോളജി പഴയ കാലം, പഴയ വസ്ത്രധാരണം, അങ്ങനെ ഒരു വെഡിത്ത രീതി. അവരുടെ കുതിരമോന്ത എലിമോന്ത വളഞ്ഞ മോന്ത കണ്ട് എന്നിട്ട് സംസാരിച്ച് നടക്കണവരാണ്. ജീവിക്കാൻ ധൈര്യമില്ല അവർക്ക്, പഴകിയവർക്ക്. സ്വന്തം ജീവിതത്തിൽ വെറുപ്പുള്ളവരാണ്. മെറ്റീരിയലിസ്റ്റിക് മണ്ടൻ ഡയലോഗ് പറയിപ്പിച്ച് ബാക്കിയുള്ളവർ വെഡ്ഡികളാക്കണം, റോങ് ഇൻഫർമേഷനൊക്കെ കൊടുക്കുക. സ്വന്തം ജീവനുള്ള ദൈവത്തെ അപമാനിച്ച് മെറ്റീരിയലിസ്റ്റിക് സാധനങ്ങൾ ആരാധിക്കണതിന് പേരും ബർത്ത് റേറ്റ് മാറ്റണവരൊക്കെ. അപ്പോൾ അവർക്ക് ജീവിതത്തിൽ വെറുപ്പുള്ളവരാണ്. കൂട്ടത്തോടെ ഗ്രൂപ്പിലിരുന്ന് ഹിന്ദി മലയാളമായാലും കന്നഡ കാണ്ടുകൾ, ഹിന്ദി കാണ്ടുകൾ, ഗുട്ക കാണ്ടുകൾ, മലയാളി കുണ്ടന്മാർ ആരെങ്കിലും ഇത് പറയും. അതാണ് ഉറച്ച് നിൽക്കണ കുണ്ടന്മാരെ അല്ലെങ്കിൽ നിൻ്റെ കാണ്ടടിച്ച് പൊട്ടിക്കെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ളവർ ഇവിടുന്ന് യാത്ര ചെയ്ത് 5 മാസം 6 മാസം തികയണ മുമ്പ് തെറ്റാണെങ്കിൽ അതുകൊണ്ടെന്ന് പറഞ്ഞ് യാത്ര ചെയ്ത് ഉദരത്തിൽ വേറെ സ്ഥലത്ത് ഇങ്ങനെ വന്ന് ട്രെയിൻ ഷിപ്പ് ഇവിടുന്ന് വെസ്റ്റും ഒരു സെൻട്രലിൽ നിന്ന് ഇങ്ങനെ വന്ന് കുറേ 2 സ്ഥലത്ത് കേട്ട് അങ്ങനെ അവർ ട്രെയിൻ എന്ന് പറഞ്ഞാൽ കണ്ടിട്ടുകൂടി ഉണ്ടാവില്ല. അവിടെ വന്ന് പുതുക്കാട് അതൊക്കെ അവിടെ ആലപ്പുഴയും തിരുവനന്തപുരത്തും കോട്ടയത്താണോ ഉള്ളത്. ഇവിടെയുള്ള കാര്യങ്ങൾ ആ രീതിയിൽ വളർന്ന് വരുന്നതാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യം വരുന്നത്. അപ്പോൾ അതിന് പുതുമ ഉണ്ട്, മുഖത്തിന് വ്യത്യാസമുണ്ട്, മുഖത്തിന് പ്രത്യേകത ഉണ്ട്, ഒരു രീതിയിൽ വളർന്നു വരണം. വിടർന്ന മുഖം, ഈ മുഖം കാണുമ്പോൾ ചിലർ വേറെ രീതിയിൽ വിചാരിക്കും, തിരിച്ചറിയില്ല, സംസാരിക്കാൻ തോന്നില്ല ആ മുഖത്തോട്. അപ്പോൾ ശരി, അത് ഓക്കെ, എൻ്റെ മുതൽക്കൂട്ടാവും അത്. അപ്പോൾ നിങ്ങൾ
പല രീതിയിലും നിങ്ങളെ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് അറിവ് പറഞ്ഞു തന്നിട്ടും അത് തന്നെ നിങ്ങളെ അരുന്ന് കൂട്ടി ഈ രീതിയിൽ ആ വീട്ടിൽ തന്നെ മുറുകെ പിടിച്ചിരിക്കുകയാണ്. ഇപ്പോൾ കിരൺ പ്രകാശ് അവരോട് പറഞ്ഞു, എത്ര നമ്മളിത് പറഞ്ഞാലും ലൈക്ക് മൈ വൈസ് ബ്രോ ഫ്രണ്ട്സ് ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു മുഖത്ത് നോക്കി സംസാരിക്കണം, തിരിച്ച് റെസ്പോൺസ് ഇല്ലയാണ്. അപ്പോൾ ആ രീതിയിലാണ് പോകണം. ഇപ്പോൾ എന്തെങ്കിലും ഞാൻ നിങ്ങളെ വെഡിത്തം എന്തോ ഡിപ്പെൻഡ് ചെയ്യണില്ല. ഞാൻ നിങ്ങൾ എന്തെങ്കിലും പ്ലേറ്റ് മറിഞ്ഞ് വീഴാൻ പോയി, എന്തെങ്കിലും കാര്യങ്ങൾ പോയി ഫുഡ്, അപ്പോൾ അപ്പം തന്നെ എടുത്ത് വയ്ക്കില്ലേ, അതിനുള്ള ഇത് പറയാൻ പോകണു, ഞാൻ നിങ്ങളത് എടുത്ത് വെച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് അപ്പോഴേക്കും അത് വീണ് പോയിട്ടോ. അങ്ങനെയല്ല. അപ്പോൾ നിങ്ങളെന്ത് എന്തിനും ആവശ്യം ഉണ്ടെങ്കിൽ ചെയ്യുള്ളൂ. ഇപ്പോൾ കൊക്കുവട എന്തെങ്കിലും രാത്രി നെയ്ച്ചോറ് കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ മുമ്പ് ഉച്ചയ്ക്ക് തീരുമാനിച്ച പോലെ ചെയ്യണം. നെയ്ച്ചോറ് കഴിച്ച ചെടുപ്പുണ്ടാകുമെങ്കിൽ അത് കഴിക്കില്ല, ആവശ്യമില്ല. പുറത്ത് പോകണമെങ്കിൽ ആവശ്യമില്ലെങ്കിൽ രാത്രി പോകണില്ല, പിന്നെ ഒരു ദിവസം മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ എന്തെങ്കിലും ഉണക്കമീൻ രാത്രി കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ അത് കഴിക്കില്ല, പിന്നെ ഉച്ചയ്ക്ക് അത് വെള്ളത്തിലിട്ട് പിന്നെ വറുത്ത് കഴിക്കും. അപ്പോൾ അങ്ങനത്തെ. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ കാര്യങ്ങൾ ചെയ്യുള്ളൂ. അപ്പോൾ പിന്നെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ളവരോട് സംസാരിക്കാത്തവരോടും അധികം സംസാരിക്കാത്തവരോടും സംസാരിക്കുന്നവരോടും കള്ള് കുടിച്ചിട്ട് അകടിച്ച് നടക്കുന്നവരോടും അധികം സംസാരിക്കണ വഷളന്മാരോടും അവരൊക്കെ സംസാരിക്കണല്ലേ, ഇങ്ങനെ ആരും പറയിപ്പിച്ചാലും. അതുപോലെ അപ്പോൾ എന്താണ്, അപ്പോൾ ഇങ്ങനെ അവർ മുറുകെ പിടിക്കുക. ഞങ്ങൾ ആര് പറയും എന്ത് തട്ടിപ്പാണ്, എല്ലാം തെറ്റായിരുന്നു, അതിനെ ആരാധിക്കാൻ പ്രത്യക്ഷപ്പെട്ട് തട്ടിപ്പാന്ന് പറഞ്ഞു പോപ്പ് വരെ പറഞ്ഞാൽ ഞങ്ങൾ മാറില്ല. ശരി പറഞ്ഞാൽ ഞങ്ങൾ തെറ്റന്നെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും, അത് മുറുകെ പിടിക്കും. വിഡിത്തം വിപരീതം പാതിരികളുടെ ആവശ്യമില്ല, അത് നിന്ന് ചെയ്യരുത്. ഓർമ്മിക്കുക ചെയ്യുന്ന തിരിച്ച് പ്രതീക്ഷിക്കാണ്ട്, അത് വിഡിത്തമാർന്ന് പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹം പങ്കുവയ്ക്കുക, അത് ഓർമ്മിക്കുക ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ യേശുവിൻ്റെ മാതൃക അവർ ചെയ്യണില്ലേ, ബാപ്റ്റിസം വരെ അവർ ചെയ്യണില്ലേ. പാതിരികളെ നിന്ന് അത് ആരാധിച്ച് പാതിരി കന്യാസ്ത്രീകളുടെ ആവശ്യമില്ല എന്ന് പറയുമ്പോൾ നിന്ന് സാധാ ജോലി ചെയ്യണ പോലെ നക്കപ്പറ്റി സാലറിക്ക് ചെയ്യേണ്ട, അത് തന്നെ തെറ്റ് ഞങ്ങളെ ചെയ്യുള്ളൂ. വിഡിത്തം റിപ്പീറ്റ് ചെയ്യുള്ളൂ. ബൈബിളൊന്നും വായിക്കേണ്ട, ബൈബിൾ വായിക്കരുത്, അങ്ങനെ പറഞ്ഞ് നടക്കണം പോലെ ഞാൻ പറഞ്ഞു കേട്ട അവർ പറയണേ. ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കും, അത് ചെയ്യേണ്ടെന്ന് പറയണേ. പാതിരി വേഷം കെട്ടരുത്, ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കാൻ ഇത് പറയുമോ? ഇല്ല. അപ്പോൾ അധിനിവേഷം കെട്ടരുത്, നല്ലത് പറയുന്ന കാര്യം നിങ്ങൾക്കറിയാം, ഇത് ശരിക്കും പറയണതെന്ന്. നിങ്ങളുടെ ഭാഗത്തെ തെറ്റ് നിങ്ങൾക്കറിയാം, എൻ്റെ ഭാഗത്ത് ശരിയാണ്, എനിക്കറിയാം നിങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന്. അപ്പോൾ തെറ്റ് കൊണ്ട് നടന്നൊരു കാര്യം. അപ്പോൾ അധിനിവേഷം കെട്ട് അവരൊക്കെ സാധാ ജോലി ചെയ്യണം, അവർ ആരച്ച് നടക്കും. ഞങ്ങൾ അത് തെറ്റ് റിപ്പീറ്റ് ചെയ്യും, വിഡിത്തം റിപ്പീറ്റ് ചെയ്യും. അതാണ് അത് ഞങ്ങൾ മുറുകെ പിടിച്ചിട്ട് അരുന്ന് കൂട്ടി വാങ്ങും. അതാണ് ഞങ്ങളുടെ പെരുമാറ്റം എന്ന് പറയുന്നത്. ഇത് എവിടുത്തെ പെരുമാറ്റം ഞാൻ ചോദിക്കണം, ഇത് എവിടുത്തെ പെരുമാറ്റമാണെന്ന്. അപ്പോൾ അങ്ങനെ എന്നോട് ചോദിപ്പിക്കേണ്ട കാര്യമുണ്ട്. പാട്ട് മാത്രം കേട്ടിട്ട് കാര്യമുണ്ട്, മാറണ്ടേ? ഈ വീട്ടിൽ തന്നെ മുറുകെ പിടിച്ചിട്ട് എന്താ കാര്യം? മുസ്ലിംസും ഹിന്ദുസും മായും ഷിജീനും റോമൻ കാത്തലിക്സും ഇത് പറയുമോ എപ്പോഴെങ്കിലും? ഹിജടകള്, പെണ്ണന്മാരെ കുടിച്ചിട്ട് അകടിച്ചിരിക്കുന്ന പെണ്ണന്മാരെ, പ്രഗ്നൻസിയും അത് കഴിഞ്ഞ് അബോർഷനും കുറേ സ്ട്രക്ചർ വ്യത്യാസമുള്ളവർ, നിങ്ങൾക്ക് തലയ്ക്ക് പിരിയാളിക്കുണ്ട് ഇങ്ങനത്തെ വാക്കുകൾ മുട്ടിന്ന് വിടാൻ. അല്ലെങ്കിൽ വല്ല മുസ്ലിംസ് ഹിന്ദുസ് റോമൻ കാത്തലിക്സ് ഹിജടകൾ, ഡ്രഗ്സ് അടിച്ച് കുടിച്ച് നടക്കുന്ന പെണ്ണുങ്ങൾ ഇപ്പോൾ കേരളം ഫുൾ എടുത്ത് ഒരു മുക്കും ഡിസ്ട്രിക്റ്റ് നോക്കിയാൽ കണ്ടറിയാം. ഇവിടെയൊക്കെ പെണ്ണുങ്ങൾ എവിടെയൊക്കെ ഏതൊക്കെ ഉച്ചയ്ക്കും രാത്രിയും ഡ്രഗ്സ് അടിച്ച് വൃത്തിയുടെ ആണുങ്ങളുടെ കൂടെ നടക്കണമെന്ന് അറിയാം. അവരൊന്നും വിവരമുള്ള സംസാരയുടെ വായന വരില്ല. അവർ ഈ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്യണം, മാറാൻ തയ്യാറല്ല. എന്നിട്ട് നമുക്ക് ഉയർപ്പിക്കണം വേണ്ടതെന്ന്. അപ്പം ഇങ്ങനെയുള്ളവർ സംസാരിക്കുന്നവരോടും ഈ അധികം സംസാരിക്കുന്ന വഷളത്തരം മുറുകെ പിടിക്കുന്നവരും എല്ലാത്തിനും നിങ്ങളോട് സംസാരിക്കേണ്ടത്. ഞാനും ആരും പറയിപ്പിക്കാണ്ട് ഇപ്പോൾ സംസാരിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയിപ്പിക്കേണ്ട അങ്ങനെ അധികം സംസാരം ഉണ്ടെങ്കിൽ മുഖത്തേക്ക് സംസാരിക്കാൻ പഠിക്കുക. നിങ്ങൾ ലാച്ചിട്ടിട്ടൊന്ന് നടക്കണേ. നിങ്ങളുടെ പറഞ്ഞിട്ട് ലാച്ചിട്ടിട്ട് ലെഹങ്ക ഇട്ടിട്ട് നൈറ്റ് ഇട്ടിട്ട്, അന്ന് ലാച്ച് ലെഹങ്ക ഇറങ്ങിയിട്ടില്ലേ, 1 തൊട്ട് 10 വയസ്സ് വരെ എന്താ കുഴപ്പം? ലാച്ചിട്ട് ലെഹങ്ക ധരിച്ച് മറ്റേ നൈറ്റിയും മറ്റേ ഇതൊക്കെ ധരിച്ചിട്ട് അവരൊക്കെ കുടിച്ചിട്ട് അകടിച്ച് കൂട്ടത്തിൽ ഇരിക്കണവരാണ്. 12 വയസ്സ് തൊട്ടൊക്കെ ഏതോ മുഷിഞ്ഞ ഏതോ പ്രാചീനമായ സമയത്ത് ജനിച്ചവർ. ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ ഉണ്ടാവുന്ന സമയത്ത് പഴകിയവരെ എനിക്ക് അനുകരിക്കേണ്ട കാര്യമില്ല എന്ന് പറയണം. ഏതോ ഇൻഡിപെൻഡൻസ് ഡേയുടെ സമയത്ത്, ഏതോ ഇൻഡിപെൻഡൻസ് ഡേ പഴയ സമയത്ത് ജനിച്ചവർ, അവരെനിക്ക് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അവർ കുടിച്ചിട്ട് അകടിച്ച് നടക്കാൻ അകടിച്ച് നടക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെയുള്ളവരോട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ അപ്പോൾ നിങ്ങൾ ലാച്ചിയും ലെഹങ്കയും അല്ലെങ്കിൽ എന്തെങ്കിലും നൈറ്റ് ഇട്ട് ധരിച്ചിരിക്കണം. പട്ടികളെ കണ്ട് അപ്പോൾ ഓടിപ്പോവും. ഞാനാണ് പട്ടികളെ ഒരു പേസ് കുറച്ച് അവിടെ കുറച്ച് വന്നാലും പേസ് വെച്ച് നടക്കും, ഓടില്ല. അപ്പോൾ മുത്തി പട്ടി വന്നാലും പേസ് വെച്ച് എൻ്റെ പിന്നാലെ വരുന്നുണ്ട്, ഓടി കടിച്ച് കയറില്ലേ ഇല്ല. അപ്പോൾ അതൊക്കെ ഒന്ന് എത്തി നോക്കണ്ട, ഞാൻ ലോക്ക് ചെയ്ത് തിരിഞ്ഞോളും. നിങ്ങളാണെങ്കിൽ ഈ ലെഹങ്കട്ട് ധരിച്ച് മുഖത്തേക്ക് സംസാരിക്കാത്ത പോലെ പെണ്ണുങ്ങളെ പോലെ ഓടി പോവാണ്. രാത്രിയാണ് അവർ പേസ് വെച്ച് എൻ്റെ അടുത്ത് സമാധാനം വെച്ചിരിക്കും. ഒരു 23 കിലോമീറ്റർ ഞാൻ സ്ട്രെങ്ത് ലെവൽ വെച്ച് നടക്കും, അല്ലാണ്ട് ഓടി നടക്കണല്ലേ. നിങ്ങളാണെങ്കിൽ ഒരു 100 മീറ്റർ 1 മീറ്റർ മര്യാദയ്ക്ക് നടക്കണല്ലേ. അകത്ത് കയറി ഇരിപ്പാണ്, ഗ്രൂപ്പിൽ ബേ എന്ന് പറഞ്ഞ്
നക്കപ്പച്ച സാലറിക്ക് ഓരോ വൃത്തികേടും പറഞ്ഞ് ശോഷിച്ച വാക്കുകളും പറഞ്ഞ് ശോഷിച്ചതും കഴിച്ചിരിക്കുകയാണ്. അതാണ് ജീവിതത്തെ വെറുക്കണവർ. ജീവനുള്ള ദൈവത്തെ വെറുത്ത് ജീവിതം വെറുത്ത് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റില്ല അതിനെ. അങ്ങനെയുള്ളവർ ഡ്രഗ് അടിച്ച് കുടിച്ചിരിക്കും. അങ്ങനെയുള്ളവർ ലാച്ച ധരിച്ചിരിക്കണോ? ഇവരുടെ ഭാര്യമാരുടെ ഭർത്താക്കന്മാർ ഇങ്ങനെയാണോ? അവർ മുഖത്തേക്ക് സംസാരം. അതുകൊണ്ട് നിങ്ങൾ ലാച്ച ധരിച്ച് നടക്കണവരെന്ന് പറയണേ. നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ ലാച്ച, തന്തയുടെ ലാച്ച കൊണ്ടുവരാൻ പറയണേ. നിങ്ങൾ എന്ത് പറഞ്ഞാലും വലിയ കാര്യമുണ്ട്? ഡബിൾ മീനിങ് പണ്ണ് വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. അപ്പോൾ എനിക്ക് കൊള്ളുണ്ടെങ്കിൽ എനിക്ക് ചിരി വന്നിട്ട് എൻ്റെ പല്ല് മൊത്തം കൊഴിയുമ്പോൾ എൻ്റെ ഇൻടാക്റ്റായിട്ട് നടക്കേണ്ട ഇപ്പോഴും ലെവൽ വെച്ച് നടക്കണം. ചോടിയും ഇൻടാക്റ്റായിട്ട് ഇപ്പോഴൊരു സിമെട്രി ആയിട്ട് ഒരു SYMMETRY CMETRY അല്ല. അപ്പോൾ നല്ലൊരു ചൊടിപ്പായിട്ട് ഇൻടാക്റ്റായിട്ട് എൻ്റെ ശരീരം ഇരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങളുടെ എന്താ ഈ വലിയ കുതിര പറ്റ ശരീരവും വേർതിരിക്കണം തടിച്ച ശരീരവും കൂമന്മാരും കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കുന്നവരാണ്. അന്നൊക്കെ ഖുറാനും ബൈബിളിനെ കുറിച്ച് അവിടെ പറഞ്ഞു. ബൈബിൾ വായിക്കാണ്ട് പറയാം. അവരിപ്പോൾ ബൈബിള് റോമൻ കാത്തലിക്സ് മൂമ്മന്മാരെന്താ വിചാരിച്ചാണ് ഇതൊക്കെ ബൈബിളൊക്കെ ബൈബിൾ വായിക്കാതിരിക്കേണ്ട റോമൻ കാത്തലിക്ക് ശരിയാണ്. അവർ റോമൻ കാത്തലിക്കിനോട് പറഞ്ഞാൽ ശരി തെറ്റ് റിപ്പീറ്റ് ചെയ്തതെന്ന് പറയാം. ഇത് അതല്ലേ പറയണത്. മൂമ്മന്മാരും എന്താ കുടിച്ച് കുക്കിയും കഴിച്ച് കുറേ പെണ്ണുങ്ങളും വേശ്യകളും കൂടെ പ്രകടനം അബോർഷൻ ചെയ്ത് ഖുറാനും മുസ്ലിമും വായിച്ച് ആരാധിച്ചിരിക്കും എഴുതി പണ്ട് 2000 വർഷം മുമ്പ്. അങ്ങനെയുള്ള ഒരു ക്രിസ്ത്യാനിറ്റി ആയിട്ട് ബന്ധമില്ല. മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സാണ് അവർ. പടുവെഡ്ഡികൾ, ജീവനില്ലാത്ത ആരാധിക്കണവർ. അങ്ങനെയുള്ളവർ ഇതുണ്ട്. ഞാൻ വിളിച്ചോട്ടി പറയാം, എൻ്റെ പല്ല് മൊത്തം കൊഴിഞ്ഞ് പോകുമെന്ന് പറയാം. എൻ്റെ പല്ല് മൊത്തം കൊഴിഞ്ഞ് പിന്നെ തുന്നി കെട്ടി ചിരിച്ച് നിങ്ങൾ തന്നെയാണ് പിന്നെ പല്ല് വെച്ചിട്ട് നല്ല ഒരു ബബിൾ ഗം സ്മെല്ല് വായിൽ വരും. നല്ല ക്ലീൻ ആയിട്ടിരിക്കണം. അപ്പോൾ തുന്നി കെട്ടി ഇരിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ശരി വരാം. നിങ്ങൾ തന്നെ ഇത് സമയം കളയാണ്ട് പോകാൻ നോക്കണം പറഞ്ഞു. ഞാൻ ആരെയും കുറിച്ചും ക്ഷീണമാണ്, പാവമാണ്, മറ്റേതാണ് ഒരു പിള്ളേരെ കുറിച്ച് അങ്ങനെ പറഞ്ഞു നടന്നിട്ടില്ലേ. പിന്നെ ഇവിടെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. ക്ഷീണമാണ്, പാവമാണ്, മറ്റേതാണ്, ദേഷ്യം വരാൻ വിഷമം വരും, മറ്റേതാണ്, ചെറിയവർ, പെണ്ണുങ്ങൾ, മുതിർന്നവർ, സമപ്രായക്കാർ പറഞ്ഞിട്ടില്ല. ഇനി നിങ്ങളിങ്ങോട്ട് പറഞ്ഞിട്ടില്ലേ 10 മീറ്റർ 100 മീറ്റർ അകലെ പറഞ്ഞിട്ട് കാര്യമുണ്ട്. മുഖത്തോക്കി സംസാരിക്കും. ഇത് എത്ര വർഷം കഴിഞ്ഞു? 1 മിനിറ്റിൻ്റെ കാര്യമാണ് പറഞ്ഞത്. അല്ല, അങ്ങനെയുള്ള മൂവ്മെൻറ്റും കുടിച്ച് നടക്കണ എല്ലാ പെണ്ണുങ്ങളും ആരായാലും കുഞ്ചുമാരും അനിയന്മാരാണ് വീട്ടിൽ. അവരൊക്കെ കുടിച്ചിട്ട് ആൾക്കടിച്ച് നടക്കാൻ കൂടെ ഇരിക്കണ അനിയന്മാരാണ്. അവർക്ക് ചേട്ടന് ചേച്ചിയുള്ളവർ. അവർ ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കാൻ പലരും മുഖത്ത് നോക്കി ഷിജിനും പേര് മാറ്റണ എല്ലാ മാമക്കോയും എല്ലാവരുടെയും ഒരു ശ്രേണിയിൽ എടുക്കണം. സന്തോഷ് പണ്ഡിറ്റ് ആയാലും അവരുടെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പലരും ഉണ്ട്. അന്ന് തൊട്ട് കുടിച്ചിട്ട് അകടിച്ച് നടക്കണവർ. ക്രിക്കറ്റ് കളിച്ച് പഴകിയവരുടെ കുറിച്ച് പറക്കും. മിത്താവസിനെ കുറിച്ച് കൈയടിക്കാനും ബേന്ന് കൈയടിക്കാനും അവർ വഷളത്തരം വളഞ്ഞ മോന്ത കവിള് ആവുന്നതും അങ്ങനെയുള്ളവർ പലരും ഉണ്ട്. മനസ്സിലാവുണ്ട്. അവർക്ക് സ്വന്തം ജീവിതത്തോട് വെറുപ്പാണ്. ശരിക്കുള്ള എന്താ പറയുക. അപ്പോൾ അത് പറഞ്ഞു സമയം കളയാണ്ട് പോകാൻ നോക്കണം. നിങ്ങൾ അത് പറഞ്ഞ് നിങ്ങൾ ശോഷിച്ച വാക്ക് പറഞ്ഞ് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണു. ഫസ്റ്റ് പറഞ്ഞിട്ട് നിങ്ങൾ ഡ്രഗ് അടിച്ച് നടക്കണം, നിങ്ങൾ കുടിച്ച് അടിച്ച് നടക്കണു. പല 30-40 വർഷം നിങ്ങളുടെ ശരീരം കേടാക്കണം. എൻ്റെ ശരീരം നല്ല പ്യുവറായിട്ടായിരിക്കണം. അപ്പോൾ നല്ലൊരു ചൊടിപ്പുണ്ടാവും, ചൊടി ഉണ്ടാവും, അതിന് ഇൻടാക്റ്റ് ഉണ്ടാവും. പക്ഷെ കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരാണ് നിങ്ങളുടെ ശരീരം കേടാക്കണു. നിങ്ങൾ തലങ്ങ് വിലങ്ങ് കിട്ടണം. പലയിടത്തും കണ്ടിട്ടുണ്ട് ഞാനൊരു ധൈര്യം സ്റ്റേണായിട്ട് നിൽക്കുക. അതാണ് സ്റ്റേണായിട്ട് ഓടി പിടിച്ച് നടക്കുക. എത്ര ഉയരണ്ടായാലും നിങ്ങളുടെ തലയ്ക്ക് മന്ദബുദ്ധി തരാം. നിങ്ങളുടെ തലയുടെ മന്ദബുദ്ധി തരാം. പക്വതയില്ലായ്മ ചെറിയ മന്ദബുദ്ധികൾക്ക് ഇങ്ങനെ മന്ദബുദ്ധികളാക്കി നിരങ്ങി നീക്കിയിട്ട് സ്കൂളിൽ വിട്ടിട്ട് കാര്യമുണ്ട്. അവർ മന്ദബുദ്ധി തരം നിരങ്ങി നീങ്ങി ഇരിക്കും. വില ഗുണമുണ്ട്. അവരും വിഡിത്തം ചെയ്തിരിക്കുന്നുണ്ട്. ഓരോ വിഡിത്തം. അപ്പോൾ സ്നേഹിക്കാൻ പഠിക്കുമ്പോൾ തിരിച്ച് പ്രതീക്ഷിക്കേണ്ടത്. ശോഷിച്ച വാക്കുകൾ പറയണ്ട, ശോഷിച്ച കാര്യം കഴിക്കേണ്ട, തിരിച്ച് പ്രതീക്ഷിക്കേണ്ടത്. പങ്കുവയ്ക്കുക. എനർജിയുള്ള കാര്യങ്ങൾ സംസാരിക്കുകയാണെങ്കിലും എന്തെങ്കിലും പങ്കുവയ്ക്കുക. ഭക്ഷണം, നല്ല ന്യൂട്രീഷ്യസ് ഭക്ഷണം, ഫ്രീ കാര്യങ്ങൾ ചെയ്യുക. സ്വന്തമായിട്ട് കാര്യങ്ങൾ ചെയ്യുക. എന്തെങ്കിലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കേണ്ട. അവർ വിഡിത്തം മാറും പ്രതീക്ഷിക്കും വേണ്ട. ആ രീതിയിൽ ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും ബാപ്റ്റിസം ചെയ്യണമെന്ന് പറഞ്ഞാൽ അവർ ഇങ്ങനെ നിന്നിട്ട് ഒരു പ്രത്യേക ശബ്ദം ഉണ്ടാവരുണ്ട്. അവർ ഇതുപോലെ സംസാരിക്കില്ല. അവരെന്താ ചെയ്യണം, എനിക്ക് റോവൻ കോത്തലിക്കോ, ഞാൻ ഈജിപ്ഷ്യനോ, അവർ 8-10 ഗൾഫ് കൺട്രിയിലേക്ക് വന്നില്ല. 8 വർഷം ഗൾഫ് കൺട്രിയിൽ പോയിട്ട് ഈജിപ്ഷ്യൻ ക്രൂഡ്, എനിക്ക് കുട്ക കഴിക്കണം, തുടുക്കണം, എനിക്ക് കുട്ക കഴിക്കണം, എനിക്ക് മറ്റേത് കഴിക്കണം, എനിക്ക് ബാപ്റ്റിസം ചെയ്യേണ്ടത് റോമൻ കാത്തലിക്കോ, എന്നിട്ട് എനിക്ക് ബേസായി ചാവണം എന്നൊക്കെ പറഞ്ഞിട്ട് ഈ ശോഷിച്ച വാക്കുകൾ ജീവിതത്തിന് വെറുപ്പുള്ളവർ. ഫാമിലിയിലെ അനിയന്മാരാണ് അവർ ചേട്ടന്മാർ ചേച്ചിമാരുള്ളത്. ഇത് മൂത്തതായിട്ട് 2 ഫാമിലിയിലും മൂത്തതായിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഹാരിസ്. അപ്പോൾ ആ രീതിയിൽ മനസ്സിലാക്കുക. പേര് വിളിച്ച്
പേര് വിളിച്ച് സംസാരിക്കാത്തതാണ് നിങ്ങൾക്ക് മറവിശീലം, അത് വേറെ അത്. അപ്പം എനിക്ക് അങ്ങനെയും പറയാം. എന്താണെന്ന് വെച്ചാൽ നിങ്ങളെന്തെങ്കിലും ചെയ്യണ്ടെങ്കിൽ നല്ലതിൽ ഇതിപ്പോൾ ഇരുട്ടത്ത് ഇപ്പം ഞാൻ ഇപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് ശരിയാണെങ്കിലും പഴകിയ ശവങ്ങളോട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഇവിടെ ബയോമെട്രിക് 10 മണിക്ക് രാത്രി ആദ്യമായിട്ട് ഇറങ്ങണം. അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ ഇത് വാതിലും തുറക്കുമെന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലെന്ന് പറയണത് ശരി, ഓക്കെ. രാത്രി ഉറങ്ങണ നേരത്തെ മനസ്സിലാവില്ല, ശരി. പണ്ട് നിങ്ങൾ അപ്പോൾ ബയോമെട്രിക് ചെയ്യേണ്ട, അപ്പോൾ മനസ്സിലാവും അകത്ത് കയറുന്നത്. അതൊന്നും പറയേണ്ട. രാത്രി 12:45 വരുമ്പോൾ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പഴകിയ ശവങ്ങൾ കൊണ്ടുവച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ക്യൂബിൽസ് അഡോൾഫ് ട്രംപിനേക്കാളും അധികം ഇതായിട്ട് ട്രംപിനേക്കാളും കഷ്ടമായിട്ട് സംസാരിക്കണ പോലെ, വയസ്സായവരെക്കാളും കഷ്ടമായിട്ട് സംസാരിക്കണ പോലെയാണിത്. അപ്പോൾ എനിക്ക് എന്താ പറയുക, അപ്പോൾ എന്താ വെച്ചാൽ അപ്പോൾ എനിക്ക് സാധാ രീതിയിൽ പറഞ്ഞാൽ മതി. ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. ഇവരെ ബോധിപ്പിക്കും. മുടി വെട്ടിയത് കൊണ്ടാവാം, ഈ മുടി വളർന്നുകൊണ്ട് പറയാം, മുടി വളർന്നുകൊണ്ടാവും, മുമ്പ് അങ്ങനെ മുടി വെട്ടിയതുകൊണ്ടാവും അറിയാത്തത്, ഇപ്പോൾ മുടി വളർന്നുകൊണ്ടാവും. അല്ല ആരെക്കുറിച്ച് ആര് വന്നാലും ഇങ്ങനെ വാല് തുറന്ന് പറഞ്ഞ് കണ്ടിട്ടില്ലല്ലോ എന്ന് പറയും. ഈ വഴി ബൈക്കും വണ്ടി ഓടിച്ച് പോകുന്നതല്ലോ, ഓട്ടോ കയറി ഒന്ന് കണ്ടിട്ടുണ്ട് മുമ്പ്. ചേഞ്ച് മേടിക്കാൻ പോലും ചേഞ്ചില്ല മുമ്പ് കണ്ടിട്ടുണ്ട് ഈ സെക്യൂരിറ്റി, പഴകിയ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഓണറല്ലേ വാതിൽ തുറന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി അറിയില്ല എന്ന് പറഞ്ഞാൽ ഞാനത് പറയണം, അന്ന് മുടി വെട്ടിയതുണ്ടോ അത് അറിയില്ല എന്ന് പറഞ്ഞു. മുടി ഇപ്പോൾ വളർന്നു, അപ്പോൾ അറിയില്ല. അതുകൊണ്ട് പറഞ്ഞു നിങ്ങൾ എന്നെ അറിയണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല, എന്നെ എല്ലാവരും അറിയിക്കണമെന്ന് എനിക്ക് നിർബന്ധമില്ല, അറിഞ്ഞിടത്തോളം മതി. അപ്പോൾ ഞാൻ ഇത് പറയുമ്പോൾ പറയുള്ളൂ, എനിക്ക് നിങ്ങളറിയില്ല കേട്ടാ എന്ന് പറയാം. അപ്പോൾ കോക്കിനാണെങ്കിൽ എനിക്ക് അറിയില്ലല്ലോ എന്ന് പറയാം. ഓണറല്ലേ പോലെ തരുമ്പോൾ എന്ത് പറഞ്ഞാലും ഇത് തന്നെ. അപ്പോൾ ഈ ചട്ടക്കൂട്ടിലൊന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഈ ഒരു ബ്രിട്ടിൽ കമ്മ്യൂണിക്കേഷൻ പതിയെ സംസാരിച്ച കാര്യമില്ല. അവർ മാറാനും പോകണില്ലേ, അവരുടെ മുഖത്തേക്ക് സംസാരിച്ചാലും മാറാൻ പോകണില്ലേ, അപ്പോൾ വിഡിത്തം മാറാൻ പോകണില്ലേ. ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, അറിയാം, അപ്പോൾ മാറാൻ ശ്രമിക്കുക. അതാണ് എക്സാക്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് കോപ്പറേഷൻ ലീഡ്സ് ടു എ ബെറ്റർ ഫ്യൂച്ചർ. അല്ലെങ്കിൽ ബ്രിട്ടിൽ കമ്മ്യൂണിക്കേഷൻ അവിടെ ഇവിടെ തൊടാണ്ട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവാണ്ട് അവരുടെ ചട്ടക്കൂട്ടിലിരിക്കുമ്പോൾ ജോലി ചെയ്യുമ്പോൾ അവർക്ക് ബിസിയാണ്, എന്തെങ്കിലും ധൈര്യമില്ലാണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ബ്രിട്ടിൽ കമ്മ്യൂണിക്കേഷൻ ലീഡ്സ് ടു നോവെയർ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് എത്തിക്കില്ലാന്ന്, ആവശ്യമില്ലാണ്ട് സംസാരിക്കേണ്ട കാര്യമില്ലാന്ന്. ആവശ്യമുള്ളപ്പോൾ ആ രീതി സംസാരിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആവും. സംസാരിക്കണോടത്ത് എപ്പോഴാണ് സംസാരിച്ചിട്ടേ, അതിനോട് നിങ്ങളെ വിഡ്ഢികളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണോ ചെയ്യുന്നത്? അല്ല. അപ്പോൾ പുതിയവരെ സെലക്ട് ചെയ്യുന്നത് വ്യത്യാസമുണ്ട്. അതിൽ പഴകിയവരെ സെലക്ട് ചെയ്യണ പോലെ അല്ല അത് മനസ്സിലാക്കാൻ പഠിക്കുക. പഴകിയവരെ ഞാൻ ബോധിപ്പിക്കാൻ പോകണില്ലേ, അല്ലെങ്കിൽ ആ രീതിയിൽ പറഞ്ഞു നിങ്ങൾ ഗ്ലോറിയ ജോസിൻ്റെ മോനാന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവണല്ലേ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ആരെയും അറിയാം, ഇവിടെ നിങ്ങളാരും അറിയില്ല എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾക്കെന്ത് തോന്നും? അവിടെ ഇരിക്കും. അപ്പോൾ നിങ്ങൾ ബ്രിട്ടിൽ ടോക്സിൻ്റെ ആവശ്യമില്ലാന്ന്. എക്സാക്ട് കമ്മ്യൂണിക്കേഷൻ വിത്ത് കോപ്പറേഷൻ. അപ്പോൾ അത് ലീഡ്സ് ടു ബെറ്റർ ഫ്യൂച്ചർ. അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും, അതിൽ വെറുതെ അല്ല. അപ്പോൾ സെക്യൂരിറ്റിയുടെ ഭാഗത്ത് ശരിയാണെങ്കിൽ അത് രാത്രി ഒന്നും മനസ്സിലാവില്ലായിരിക്കും. ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ എന്ന് പറഞ്ഞാലും സ്വാഭാവികം എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. അവിടെ ചിടുങ്ങുകളും ഫേക്ക് ഡയലോഗ് പറയിപ്പിച്ച് പറയണവർ ഇത് പറയില്ല. അവർക്ക് മൂട്ടി വിടാൻ തീരെ വിവരമില്ലാണ്ട് ഒരു മൂട്ടി വിടാൻ അറിയുള്ളൂ, എന്നിട്ട് ഇല്ലാണ്ടാവാനും. തിരി നോക്കുമ്പോൾ ജീവിതമല്ല, ജീവിതമില്ലാത്തൊരു ജീവിതം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ എന്തായാലും അപ്പം നിങ്ങളുടെ പോലെ പഴകിയവരെങ്കിൽ ബോധിപ്പിക്കേണ്ട കാര്യമില്ലാന്ന്. പുതിയതിനെ സെലക്ട് ചെയ്യുന്ന വ്യത്യാസമുണ്ട്. പുതിയതിന് കാര്യങ്ങൾ ചെയ്യാൻ ഒന്നത് തടസ്സം സൃഷ്ടിക്കാതിരിക്കുക. ഒരു കാര്യം ഇതിൽ പോകുന്നുണ്ട്, പക്ഷെ നിങ്ങളുടെ തടസ്സം സൃഷ്ടിക്കേണ്ട കാര്യമില്ല. തടസ്സമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. നിങ്ങളെ ദ്രോഹിക്കണമെങ്കിൽ നിങ്ങൾ ദ്രോഹിക്കണ പോലെ എനിക്ക് തോന്നണ്ട. നിങ്ങൾ തന്നെ ദ്രോഹിക്കണേ. നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങണം, നിങ്ങൾ തലങ്ങല് കിട്ടണം, നിങ്ങൾ കുടിച്ചിട്ട് അക്കടിച്ചിരിക്കണം. 30 വർഷം കുടിച്ചിട്ട് അക്കടിച്ച് നടന്നിട്ടില്ലേ. 1 മിനിറ്റ് ചെയ്യണ പോലെയല്ല. അപ്പോൾ ചെറുപ്പത്തിൽ വിസൽ വലിക്കാൻ അറിയില്ല. അപ്പോൾ അത് ചെറുപ്പത്തിൽ അങ്ങനെ വളരാൻ പോകണമെന്ന് അവർ കണ്ടാൽ മനസ്സിലാവും. അവർക്കറിയാം സിഗരറ്റ് കുടിച്ച് ജീവിതം വെറുത്ത് നടക്കുന്നവരാണ് അസല് കാണ്ടുകളും കുണ്ടന്മാരും. അപ്പോൾ അങ്ങനെയുള്ളൊരു പറയൂ, കന്നഡ കാണ്ടുകൾ പറഞ്ഞിട്ട് അവരെന്നെ ആയിരുന്നു കൂട്ടി വാങ്ങണം. അവർ വൃത്തികെട്ട കളറുള്ള മോന്തയാണ്. സിഗരറ്റ് വലിച്ച് പുക പോവില്ല, അതൊക്കെ ഉള്ളതാണെങ്കിൽ അങ്ങനത്തെ കുടിച്ച് നടക്കില്ല എന്നറിയാം. അപ്പോൾ അങ്ങനെയൊന്നും ഞാൻ ചെയ്ത് നടന്നിട്ട് അപ്പോൾ എനിക്ക് കള്ളിൻ്റെ ക്ലാസ് ഒന്നും തരില്ല. അപ്പോൾ ഒരു നല്ല സ്ട്രെങ്ത്തായിട്ട് പ്യുവറായിട്ട് നടക്കാൻ പഠിക്കുക ആദ്യം. അതുകൊണ്ട് ഹിന്ദി കാണ്ടുകളും മലയാളി കാണ്ടുകളും കുണ്ടന്മാർ ഇത് പറയൂ. അവർ കുടിച്ച് നരങ്ങി ആണുങ്ങളും പെണ്ണന്മാരും ഹിജടകളും ഒരു വൃത്തിച്ചാലില്ലാതെ ഒരു ലക്ക് കെട്ട് നടക്കണം. അങ്ങനെയല്ല, അവരിത് പറയൂല.
അവരിത് പറഞ്ഞാൽ പെടും. എന്താ വെച്ചാൽ അവർ കുടിച്ചിലാക്കിയിട്ട് നടക്കണവരാണ്, ബോധമില്ലാണ്ട് നടക്കണവർ. മെറ്റീരിയലിസ്റ്റിക് നേച്ചറിന് വർക്കിന് വേണ്ടി നടന്ന് വിഡിത്തം ചെയ്ത് ഒരു നരന്ന് കൂട്ടി വാങ്ങണവർ. അതുകൊണ്ട് പറയണേ, ഇത് ഈ ഭാഗം ഇവിടെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ, സംഭാഷണങ്ങൾ, മൃദുവായി രുചികരമായ സംഭാഷണം വേറെ എത്ര തരം സംഭാഷണം അവിടെ പലയിടത്തും വരണു. ഇപ്പോൾ പരിചയമുള്ളവർ വന്നു കഴിഞ്ഞാൽ പരിചയമില്ലാത്തവർ വന്ന ആ രീതിയിൽ, പരിചയമില്ലാത്ത രീതിയിൽ ചോദിക്കുമ്പോൾ വേറെ രീതിയിൽ ചോദിക്കുമ്പോൾ ആ രീതിയിൽ ഡീൽ ചെയ്യാൻ എനിക്കറിയാം. അപ്പോൾ ആ രീതിയിൽ പറയാം. പരിചയമുള്ളവർ വരുമ്പോൾ എങ്ങനെയാണ് ആ രീതി സന്തോഷമായിട്ട് കുറേ നാൾ കഴിഞ്ഞവരാണെങ്കിലും ഇവിടുത്തെ കാര്യം അങ്ങോട്ട് കൊണ്ടുവരണല്ലേ. ഇപ്പോൾ റെക്കോർഡ് ചെയ്യുന്ന 3 ഫീമെയിൽ കസിൻസ്, 2 മെയിൽ കസിൻസ്, അവരുടെ കുട്ടികളെ കുറേ നാൾ കഴിഞ്ഞ് അനിയനും സിസ്റ്ററും എല്ലാം കുട്ടികളുടെ കൂടെ വരാണ്. നിങ്ങളിപ്പോൾ വന്ന് പിന്നെ അന്ന് ശരി ഡ്രസ്സ് മാറണം, പിന്നെ പുറത്ത് വേണം, അവർ ഷോപ്പിംഗ് വേണ്ട, എനിക്ക് ഡ്രസ്സ് വേണ്ട, സാധാരണ കാര്യങ്ങൾ ഇപ്പോഴത്തെ ഷോർട്ട് ഫോം പറയാം, ഒരു സ്ക്രിബിളായിട്ട്. അല്ലെങ്കിൽ വേറെ നമുക്ക് അങ്ങോട്ട് ലഘു ഭക്ഷണം കഴിക്കാൻ വൈകുന്നത് കുറേ 3 മണിക്കൂർ ഷോപ്പിംഗ് കഴിഞ്ഞാൽ വല്ല ഉഴുന്നോടെ അല്ലെങ്കിൽ ബേൽപ്പൂരി കഴിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ച് അവിടെ കഴിച്ച് വരണം. ഒന്നും ഉണ്ടാക്കിയില്ലല്ലോ, വീട്ടിലൊന്നും ഓർഡർ ചെയ്യാൻ കഴിച്ചത് കുറവ് വരുമൊന്നുമില്ല. 2 ലിഫ്റ്റൊക്കെ താഴെ കയറിയൊക്കെ പോകുമ്പോൾ കുറേ നാൾ വളർന്നൊന്നല്ല, ഇനി കുറേ വളർന്ന് വരാൻ പറ്റില്ല. വന്നിട്ട് ശരി പിന്നെ കാണാം. അങ്ങനെ കുറേ സംഭാഷണമാണ് സാധാരണ ഈ സംസാരിക്കണം. അത് ഇവിടുത്തെ ദേഷ്യം വന്നിട്ട് എല്ലാം പറയണമെന്ന് അറിയാം. ദേഷ്യം പറയണവർ കുടിച്ചിട്ട് അകടിച്ച് ജീവിതത്തിൽ വെറുക്കണം, അവർ ബീഡി വലിച്ച് വേറെ രീതിയിലിരിക്കും. അവന് 30-40 വർഷം സ്വന്തം ശരീരം കേടാക്കി. അതല്ല ചെയ്യണത്. അവർ തന്നെ അവരുടെ ശോഷിച്ച അവസ്ഥ സ്വന്തം ശോഷിച്ച നാവുകൊണ്ട് കാണിക്കണു, നിരങ്ങി നീക്കണു, വല്ല കാര്യമുണ്ട? അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു വെഡിത്തം ചെയ്ത് നടക്കണവർ ആ രീതിയിലാണ് പോണത്. അതിലൊരു കാര്യമില്ല. അപ്പോൾ അധികം ചിന്തിക്കണവർ, ചിന്തഭാരമുള്ളവരൊക്കെ 12 വയസ്സ് തൊട്ട് കുടിച്ച് ഡ്രഗ് അടിച്ച് ഗ്രൂപ്പിൽ, ഒരു ശോഷിച്ച ഗ്രൂപ്പിൽ ഇരിക്കണവരാണ്. ശോഷിച്ച ഗ്രൂപ്പിൽ വിഡിത്തം പറഞ്ഞിരിക്കുന്നതല്ല. അത് എന്തെങ്കിലും പട്ടികൾ എന്തെങ്കിലും പറഞ്ഞാൽ ഓടാൻ നിൽക്കും. ലാച്ചിട്ട് ധരിച്ച് നടക്കണ പോലെ ഭാര്യമാരുടെ ഭർത്താക്കന്മാരെ നൈറ്റ് ധരിച്ച് ഓടാൻ നിൽക്കും. പക്ഷേ സ്റ്റേണായിട്ട് ഒരു ഇത് വെച്ച് ലെവലപ്പായിട്ട് നടക്കാൻ പഠിക്കും. ശോഷിച്ച ഗ്രൂപ്പിൽ ഇരിക്കണവർ എന്തെങ്കിലും യുദ്ധം വന്ന് ഓടാൻ നിൽക്കും. അങ്ങനെയല്ല, ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും, സ്റ്റേണായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. അതില്ല, വെടുത്തം മാറാൻ പഠിക്കാം. വെടുത്തം മുറുകെ പിടിച്ച് ഇത് തന്നെ അരുന്ന് കൂട്ടി വാങ്ങുമെന്ന് പറഞ്ഞ് ഇത് എവിടുത്തെ പെരുമാറ്റാൻ ചോദിക്കണം ഞാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ. അതുപോലെ പരിചയമില്ലാത്തവർ വരാണെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലോ ക്ഷണിക്കാൻ, വീട്ടിലില്ലാത്തപ്പോൾ ഭക്ഷണം. പക്ഷേ നിങ്ങൾ ഇപ്പം ആദ്യം ഇങ്ങോട്ടും ഉണ്ടായില്ല. അപ്പോൾ നിങ്ങൾ എന്താ ഇവിടെ അത് ഞാൻ അവിടെ ഫോണിൽ സംസാരിക്കുന്നത് എനിക്ക് കുറച്ച് ശബ്ദം കുറച്ച് കൂടുതൽ റെക്കോർഡ് ചെയ്യായിരിക്കും. നിങ്ങൾക്ക് എങ്ങനെ അറിയാം ഫോണിൽ സംസാരിക്കുന്നത്? അതിനും ഇവിടെ ചോദിക്കാൻ വരേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഫോണിലൊക്കെ സംസാരിക്കേണ്ടതിൽ പലയിടത്തും പല കാര്യങ്ങളും ഓരോ വിഡിത്തങ്ങളും സോഷ്യൽ പറഞ്ഞു. ഞാനിങ്ങനെ ചോദിക്കാൻ വന്നിട്ടുണ്ടോ അതിനെക്കുറിച്ച്? നേരെ വന്നപ്പോഴും ചോദിച്ചു വന്നിട്ടില്ലേ? ഇല്ലല്ലോ. ചോദിക്കാൻ വന്നിട്ടുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ചോദിച്ചു വന്നിട്ടില്ല. അങ്ങനത്തെ കാര്യം ചോദിക്കേണ്ട, ഫോൺ തട്ടിപ്പറിച്ച് പഠിക്കാൻ വന്നിട്ടില്ലേ? അപ്പോൾ അതാണ് നിങ്ങൾക്ക് എങ്ങനെ അറിയണേ? അങ്ങനെയാണ് നിങ്ങൾ വല്ല ഒളി ക്യാമറ വെച്ചിട്ടുണ്ടാവും. ഞങ്ങൾ ഒളി ക്യാമറ വെച്ചിട്ടില്ല. എൻ്റെ കയ്യിൽ ആരും ക്യാമറയുടെ കണക്ഷൻ ഇല്ല. ഞാൻ ഒളി നോക്കാൻ വന്നിട്ടില്ല. നിങ്ങൾ എൻ്റെ ഒളി നോക്കേണ്ട കാര്യം എന്താ? അങ്ങനെ സന്തോഷമായിട്ട് ചോദിക്കട്ടെ. ശരിയായിരിക്കും. പോലീസും CBI വിളിച്ച് നോക്കാം. CBI ക്രൈം കേസ് ഫയൽ ഉണ്ടാക്കാം. നഷ്ടപരിഹാരം വേണം. നഷ്ടപരിഹാരം ഉണ്ടായില്ലെങ്കിൽ എന്താ ചെയ്യുക? അതിനുള്ള കേസ് ഫയലുണ്ട്. ക്രൈമല്ല നിങ്ങൾ ചെയ്യണം. അങ്ങോട്ട് ഒളി നോക്കാണ്ട് ഇങ്ങളിന്ന് ഒളി നോക്കുന്നത്. അങ്ങനെയാണ് എൻ്റെ പാരൻസ്. എനിക്ക് ക്യാമറയുടെ മൂത്തവനല്ല ഞാൻ, എനിക്ക് ക്യാമറയുടെ കണക്ഷൻ തരാണ്ട്. അപ്പോൾ നിങ്ങൾ അത് കേട്ട് ഇങ്ങനെ തരം കക്കൂസയിൽ ഓടാൻ പോണ പോലെ പോകണം. അവിടെ നിന്ന് കേൾക്കും. എന്നിട്ട് അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക? എവിടെ പ്രൂഫ്, എവിടെ സാക്ഷി? നിങ്ങൾക്ക് പോലീസ് CBI വിളിച്ച് വരുത്താം. നിങ്ങളുടെ കയ്യിലുള്ള മൊബൈലിലുള്ള ക്യാമറ കണക്ഷൻ നിങ്ങളുടെ കയ്യിലുള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങൾക്ക് ആ രീതിയിലുള്ള ചോദ്യം വരും. മനസ്സിലായോ? അപ്പം ആ ടൈപ്പിലുള്ള കാര്യങ്ങൾ അത് വേറെ രീതിയിൽ ചോദിക്കണം. ആ രീതിയിൽ ഇപ്പോൾ അതിനൊക്കെ നിന്ന് ചോദിക്കാതിരിക്കേണ്ട കാര്യം. ഇപ്പോൾ ഗ്ലാഡിസ് ആയാലും ഗ്ലാഡ്വിൻ ആയാലും ടീന ആയാലും ഈ വെഡ്ഡി റോമൻ കാത്തലിക്കാനെ റിപ്പീറ്റ് ചെയ്യണം. ഞങ്ങൾ പോക്കു റോമൻ കാത്തലിക്കോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നത്. അപ്പോൾ അവരും ഇത് പറയണല്ലേ, അത് മനസ്സിലാക്കാൻ പഠിക്കും. അപ്പോൾ അവരുടെ പേര് പറഞ്ഞാലും കുഴപ്പമില്ല. പിന്നെ അങ്ങനത്തെ ഓരോ വെഡിത്തം. നിങ്ങൾ ഗ്രീൻലാൻഡ് ഗ്ലീഷർ എന്ന് പറയണ അങ്ങനത്തെ ചെയ്തിട്ട് കാര്യമില്ല എന്ന് പറയണത്. അപ്പോൾ അതിൽ അപ്പോൾ ഞാൻ പറയുന്നത് ക്യാമറ കണക്ഷനൊക്കെ ഉണ്ടാക്കാൻ റെസ്പെക്റ്റോടെ നോക്കുക. സൂക്ഷിച്ച് വാക്കുകൾ പറഞ്ഞിട്ടല്ല, മൂട്ടി നോട്ടിട്ടല്ല. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ തട്ടിപ്പൊളിച്ച് നോക്കി എല്ലാം അറിയാൻ മനസ്സിലാക്കാൻ പറ്റും എന്താണെന്ന്. അപ്പോൾ ഇല്ല, പോലീസ് CBI വിളിച്ച് നോണ പറപ്പിച്ചിട്ട് എന്താ കാര്യം? ക്രൈം ഫയൽ ചെയ്യാൻ നഷ്ടപരിഹാരം ചെയ്താലും ഇല്ല ഞാൻ പറഞ്ഞിട്ട് എന്താ കാര്യം? അത് ഒരു എനിക്കും ഞങ്ങൾ അറിയില്ലല്ലോ. അന്ന് നല്ല മധുരയിൽ വന്നിട്ട് ഇങ്ങോട്ടതില്ല, ക്ഷണിക്കാൻ വന്നിട്ട് ഇങ്ങോട്ടില്ല. അപ്പം നിങ്ങൾക്ക് ഞങ്ങളറിയില്ല.
ഇവിടെ വീട്ടുകാർ ചോദിച്ചാൽ വീട്ടുകാർക്കും ഞങ്ങൾ അറിയില്ല. പിന്നെ നിങ്ങൾ ആരെയും അറിയാം? എന്താ പ്രൂഫ്? ഇവിടെ ഫോണിൽ സംസാരിക്കുന്നത് നിങ്ങളതിനെ കാണുന്നത്. ഞാൻ ഫോണിൽ സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിൽ സംസാരിക്കും, നിങ്ങൾ ഫോണിൽ സംസാരിക്കും. അവിടെ ഞാൻ നിങ്ങൾ ചോദിക്കാൻ വന്നിട്ടുണ്ടോ? നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾക്ക് എന്താ അത്? അങ്ങനത്തെ അങ്ങനെ നിങ്ങളതിനെ ഒളി നോക്കണ്ടോ? ഞാൻ നിങ്ങൾ ഒളി നോക്കണമല്ലോ. അതാണ് ഇപ്പോൾ പോലീസ് CBI വന്ന് ക്രൈം ഫയൽ, കേസ് ഫയൽ എഴുതി നഷ്ടപരിഹാരം വേണമെന്ന് പറയുന്നത്. സാധാ രീതിയിൽ സംസാരിക്കണം, നിങ്ങൾ കുഴപ്പമില്ല. ഉള്ള കാര്യം നിങ്ങളുടെ മൊബൈലിൽ ഉള്ള കാര്യം ഇല്ലാത്ത പോലെ ആക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? അപ്പോൾ അവിടെ വേറെ കമ്മ്യൂണിക്കേഷൻ പോയി, നിങ്ങൾ അങ്ങോട്ട് പോകും ഇങ്ങോട്ട് പോകും. അപ്പോൾ എങ്ങനെ ചോദിക്കണം, ഏത് രീതിയിൽ മനസ്സിലാക്കണം, രീതി മനസ്സിലാക്കാൻ പഠിക്കും. അവിടെ അധികം സംസാരിക്കണവർ സംസാരിക്കാത്തവരോടൊക്കെ നിങ്ങൾ സംസാരിക്കാണ്ട് പറയിപ്പിക്കാണ്ട്. അതുപോലെ അധികം മുഖത്ത് സംസാരിക്കും. എന്നോട് ലൈറ്റ് ധരിച്ചിട്ടില്ലല്ലോ, പേടിച്ചുകൊണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ഭർത്താക്കന്മാരോട് നിങ്ങൾ ചോദിക്കും, നിങ്ങൾക്ക് എന്താ അവരോട് സംസാരിക്കും പേടിയുന്നു? ഭർത്താക്കന്മാർ ലാച്ചിട്ട് ധരിച്ചിരിക്കുന്നതാണല്ലോ. ധൈര്യമായിട്ടിരിക്കാൻ ശ്രമിക്കും. പട്ടികളെ കണ്ട ഓടാൻ പോകും. ധൈര്യമായിട്ട് സ്റ്റേണായിട്ട് ഒരു പേസ് വെച്ച് നടക്കാം. PAC ഒരു ലെവൽ വെച്ച് നടക്കുന്നുണ്ട് ഞാൻ. അതുപോലെ മനസ്സിലാക്കാൻ പഠിക്കും. മാതൃക യേശുവിൻ്റെ ബാപ്റ്റിസം ചെയ്ത മാതൃക വരെ റോമൻ കാത്തലിക്സ് അനുകരിക്കണല്ലേ. എല്ലാം വിപരീതമാണ്. പോപ്പ് വരെ പറഞ്ഞിട്ടും ഇതൊക്കെ തട്ടിപ്പ് അവിടെ പ്രത്യക്ഷപ്പെട്ട് തെറ്റാന്ന് പറഞ്ഞിട്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യാണ്. അപ്പോൾ അതിൽ കാര്യമില്ല. ഇതിൽ വിവരമുള്ള സംസാരമില്ല വരണം എൻ്റെ വായിന്ന്. അവിടെ സോഷ്യൽ വാക്കുകളെന്ന് പറഞ്ഞാൽ ഡ്രഗ് അടിച്ച് കുടിച്ച് നടന്നോ, തെറ്റ് ചെയ്യുന്ന ശരി എന്ന് പറഞ്ഞാൽ ശരിയാവുമോ അത്? ഇല്ല. ഞാനും വിലയാണ് കുടിച്ച് ഡ്രഗ് അടിച്ച് എന്ന് പറഞ്ഞിരിക്കാം, വീട്ടിത്തത്തിന് കൈയടിച്ച്. വല്ല കാര്യമുണ്ടോ? ആരെൻ്റെ കയ്യിൽ കളിൻ്റെ ക്ലാസ്സാണ്, മറ്റേതിന് ക്ലാസ്സാണ്, കുട്ടികളുടെ ഹിന്ദിക്കാരോ മലയാളികളെങ്കിലും ഗ്രൂപ്പിൽ വിടുത്ത പറഞ്ഞിരിക്കാന്ന് നടന്നിട്ടില്ലേ? അപ്പോൾ അങ്ങനെ ആവുമോ? ഗാന്ധിജി ഇത് പറയൂ? ഗാന്ധിജി ഞാൻ കുട്ടിക്കും കുടിച്ച് നടക്കണവരാണ്. ഹിന്ദുസായിട്ട് വല്ല ബന്ധമുണ്ടോ? ഹിന്ദുസ് മുസ്ലിംസ് റോമൻ കാത്തലിക്സ് ആയിട്ട് എനിക്കൊരു ചർച്ചയില്ല അന്നേ തൊട്ട്. അപ്പോൾ അങ്ങനെ പറയില്ല. അപ്പം അങ്ങനെയുള്ളവരെന്താ? അപ്പോൾ ധൈര്യമായിട്ട് ഇരിക്കാൻ ശ്രമിക്കും. അപ്പം ഗാന്ധിജിയും ബാക്കിയുള്ളവരിത് പറയുമോ? അവർ വിചാരിക്കുന്നത് റോമൻ കാത്തലിക് ഏറ്റവും വലിയ ശരിയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറയാം. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ ഈ ജൂവിഷും അഡോൾഫ് ഹിറ്റ്ലറും റോമൻ കാത്തലിക്കിനെ കുറിച്ച് വ്യത്യാസം പറയാൻ എന്താ? ജൂവിഷ് ആൾക്കാരും മിടുക്കന്മാരായി. അല്ലാണ്ട് ബ്രസീലിൽ നിന്നും ജപ്പാനീസിൽ നിന്നും ആൾക്കാർ വന്നിട്ട് അവിടെ 2000 വർഷം മുമ്പ് സാക്രിഫൈസ് ചെയ്യിപ്പിക്കില്ല. ജീൻസ് വഴി ഇവിടെ വന്നു കഴിഞ്ഞാലും 2000 ഇയേഴ്സ് മുമ്പ് ഇവിടെയും സ്പൈസ് ട്രേഡിങ്ങിന് വരുന്നുണ്ട്. അങ്ങനെ പഴയ്ക്ക് ഇങ്ങനെ തോൽക്കാൻ പിടിച്ച മോന്തമുണ്ട് ആദിവാസി ബീച്ചോട് മുഖ ഈശ്വരറായി അങ്ങനത്തെ സമയം വെച്ച് വരണം ദീപപടവൻ. അവർ മെറ്റീരിയലിസ്റ്റിക് നേച്ചർ, സൂപ്പർഫിഷ്യൽ കാര്യങ്ങൾ ചെയ്ത് തോൽക്കാൻ തുനിഞ്ഞിറങ്ങിയവരാണ്. അവർ പാപ്പന്മാർ ജമീന്ദാർ ക്രിസ്ത്യാനിറ്റി റോമൻ കത്തോലിക്ക് ഇവിടുന്ന് മോളിക്ക് പോണവരാണ്. ബാംഗ്ലൂരിൽ നിന്ന് പേരൊക്കെ ഛർദ്ദിക്കാൻ വരും. അങ്ങനെയുള്ള ബാഡിലി മോട്ടിവേറ്റഡ് സ്ഥലത്ത് ആൾക്കാർ ഇറങ്ങി നീങ്ങണവർ കൂട്ടി വാങ്ങണവരാണ്. വിഡിത്തത്തിലേക്ക് ഓടുന്നവർ. വിഡിത്തത്തിലേക്ക് ഓടരുത്, വിഡിത്തത്തിൽ നിന്ന് മാറുമെന്ന് പറയണേ. വിഡിത്തത്തിൽ നിന്ന് ഓടുന്നു. അപ്പം അങ്ങനെ ഓടിച്ച് പീസായിച്ച് പല സില്ലി ക്രൈംസ് ആയിരുന്നു കൂട്ടി വാങ്ങണവരും കത്തേരി ചാവണവരും അതുപോലെ ആവരുത്. നോക്കുമ്പോൾ അവർക്കൊരു ജീവിതമില്ല, ജീവിച്ചതായിട്ട് അർത്ഥമില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു സമയത്ത് ഹിന്ദുസിന് മാറിയിട്ട് അവരുടെ മുഖങ്ങൾ ജൂയിഷ് ക്രിസ്ത്യാനിറ്റി ജീൻസിന് മാറി പല ഇന്റർമിങ്കിളും ചെയ്ത് തൃശ്ശൂരും അങ്ങനെയുള്ളവർ മാറി അങ്ങോട്ട് പോയി ജോലി ചെയ്തിട്ടുണ്ട്. അങ്ങനെ മനസ്സിലുള്ളവരാണ് ഉയരമുള്ളവരും ഉയരം കുറഞ്ഞവരൊക്കെ കല്യാണം കഴിച്ച് ജീവിക്കണവർ. പഴകിയ തോൽക്കാൻ പിടിച്ച മോന്താന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അവിടെയുള്ള ജീവിക്കണവർ സ്ഥലം മാറി ഹിന്ദുസായി മാറിയവർ. അപ്പോൾ അങ്ങനെയല്ല. അപ്പോൾ അന്ന് ജൂയിഷ് ഇവിടെ ഒരു സ്പൈസ് ട്രേഡിങ്ങിന് വരണ്ട, നമ്മളറിയില്ല. അതിനെക്കുറിച്ച് നമ്മൾ അധികം പറയുള്ളൂ. ഗഡി എന്നൊക്കെ തൃശ്ശൂരായിട്ട് സംബന്ധിച്ചുള്ള ലാംഗ്വേജ് ഒക്കെ വരുന്നത് കൊച്ചി, തൃശ്ശൂർ, കണ്ണൂരായിട്ട് കണക്ഷൻ വരണ രീതി അങ്ങനെ വരണത്. അതിൻ്റെ തൃശ്ശൂരായിട്ട് കണക്ഷൻ കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴ ചടഞ്ഞുകൂടിയിരിക്കണവരുണ്ടായിട്ട് വരില്ലേ. യാത്ര ചെയ്ത് പറയണ ഫ്ലെക്സിബിൾ ഫേസിന് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? അവർ കുടിച്ചിട്ട് അടിച്ചിരിക്കണവരാണ്, അതിൽ കാര്യമില്ല. അപ്പോൾ പിന്നെന്താ പറയുക? അപ്പോൾ അതിൽ പറയുമ്പോൾ പിന്നെ അഡുർബാസിയും ഇതെന്ന് പറയല്ലോ പറയണം. അപ്പോൾ ഈ ജൂയിഷ് ആൾക്കാർ പണ്ട് ജപ്പാനീസിൽ നിന്നും ബ്രസീലിൽ നിന്നും വന്ന് അവരുടെ സാക്രിഫൈസ് ചെയ്യിപ്പില്ല. ബൈബിളിൽ എഴുതി വെച്ചണ പോലെ പണ്ട് തൊട്ട് അവർക്ക് സാക്രിഫൈസ് ചെയ്യിപ്പിക്കണമായിരുന്നു. ഇസഹാക്കിന് പകരം വയസ്സായ സാറ അബ്രഹാമിന് ജനിച്ച ഇസഹാക്കിന് 12 വയസ്സായിട്ട് സാക്രിഫൈസ് ചെയ്യണം. മുമ്പ് ഇത് മെച്യൂരിറ്റിയിൽ ഒരു വംശാവലിൽ ജനിക്കും, കരയണ്ടെന്ന് പറഞ്ഞ് അതൊരു വംശാവലി കുറേ വർഷങ്ങൾ കഴിഞ്ഞ് 2000 വർഷം കൊണ്ട് അവർക്ക് ഉണ്ടായതാണ് യേശുവ. അപ്പോൾ അവർ എഴുതി വെച്ചണ പോലെ ഉണ്ടായി പറഞ്ഞാൽ അവർ ടെസ്റ്റ് ചെയ്യണം യേശുവിനെ ആദ്യം. മറ്റേതാണോ കോണാണോ എന്ന് ചോദിച്ചിട്ട് ഉയർപ്പിച്ചിട്ടുണ്ടായില്ലെങ്കിൽ എന്തെങ്കിലും നെയ്വ് ആൾക്കാർക്ക് ഉണ്ടായി ചെയ്തിട്ട് മറ്റേതാണ് യേശുവിന് മോനല്ല, സ്റ്റെപ്പ് ഫാദറാണ്. അപ്പോൾ യേശു കണ്ടു വളർന്നവരാണ്.
സോൾഡ് കന്യകയുണ്ടായി. അതപ്പോൾ കളി ചോദിച്ചിട്ട് തലവെട്ടി കളയാൻ പറ്റില്ല, സാക്രിഫൈസ് പീഡസൈസ് സാക്രിഫൈസ് റോമൻസിനോട് ഡിസ്കസ് ചെയ്ത് അവർക്ക് തന്നെ വേറെ പോകുമ്പോഴില്ല, വേറെ മാർഗ്ഗമില്ല, വേറെ ഹേതുമില്ല. അപ്പോൾ അത് തന്നെ ചെയ്ത് അവർ തനിക്ക് മുതൽക്കൂട്ടായി അവർ ദയവായിട്ട് ആരാധിക്കണില്ല. അവർ നാഷണൽ ആന്തത്തിൻ്റെ അടുത്ത് നാഷണൽ ആന്തം കഴിഞ്ഞാൽ അറിയാം, ഇപ്പോഴും വീഡിയോയിൽ യൂട്യൂബിലുണ്ട് അവരുടെ ലാസ്റ്റ് ഗ്ലോറി ടു ബി ഫാദർ യഹോവ യശ്വ എന്ന് എഴുതിയാണ് അവർ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ ജൂവിഷ് ക്രിസ്ത്യൻസ് 4 മില്യൺ ആൾക്കാരുണ്ട് അമേരിക്കയിലും, പല സ്ഥലത്തായിട്ട് ജീവിക്കണവരുണ്ട്, നോർവേയിലും ജൂയിഷ് ക്രിസ്ത്യൻസ്. അവരാണ് യഥാർത്ഥ ക്രിസ്ത്യൻസ് പറയുന്നത്, പെന്തക്കോസ്ത് ഉൾപ്പെടെ. അപ്പോൾ റോമൻ കാത്തലിക്സ് ഫേക്ക് ക്രിസ്ത്യൻസ് എന്നറിയാം, അവർ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവർ കൊല്ലാനൊന്നും പോകണില്ല. ഇസ്രായേൽ പീസ്ഫുള്ളായിട്ട് ജീവിക്കണവരുണ്ട്. പക്ഷെ അവർ റിപ്പീറ്റഡ് ആയിട്ട് ഒന്നും സാക്രിഫൈസൊക്കെ നിർത്തി വെച്ച് അത് പറഞ്ഞിട്ടുണ്ട്. ഓർമ്മിക്കാൻ ചെയ്യുമെന്ന് പറഞ്ഞാൽ സ്വന്തം തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് പങ്കുവയ്ക്കുക, സ്നേഹിക്കുക, സദുപദേശങ്ങൾ ചെയ്യുക, അത് ചെയ്യാനാണ് പറയണത്. അതുകൊണ്ട് സാധാ ജോലി ചെയ്യുവാണ് തിരിച്ച് പാതിരികളുടെ ആവശ്യമുണ്ട് എന്നല്ല പറയുന്നത്. ആവശ്യമില്ല, ബൈബിളൊക്കെ കണ്ണ് തുറന്ന് വായിച്ച് നോക്കാൻ പറയും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യണം. സാധാ ജോലിക്ക് വേണ്ടി നക്കമിച്ച സാലറി സാധാ ജോലി ചെയ്യണം, നമ്മൾ ചെയ്യരുതെന്ന് പറയണം. ബിംബങ്ങൾ ആരാധിക്കരുത്, തേവിടിച്ച് തരാമെന്ന് പഴയ നിയമത്തിൽ മാത്രമല്ല എഴുതിയാണ്, പുതിയ നിയമത്തിൽ എഴുതിയുണ്ട്. പഴയ നിയമം പോയി എന്ന് പറയാൻ പറ്റില്ലേ? അപ്പോൾ റോമൻ കാത്തലിക്സ് പൂർണ്ണമായി തെറ്റാ ചെയ്യണമെന്ന് അറിയാം. അതുകൊണ്ടാണ് ജൂവിഷ് ആൾക്കാർ യഹൂദിയർ എന്ന് പറയുന്നത്. ജൂവിഷ് എന്നൊക്കെ പിന്നെ ഇംഗ്ലീഷുകാർ വന്ന പേര് മാറിയതാണ്. യഹൂദിയർ വന്ന പേര് നസ്രാണി എന്നൊക്കെ പറഞ്ഞ് കേരളത്തിലൊക്കെ പേര് മാറുന്നതും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ അങ്ങനെ ജൂവിഷ് ആൾക്കാർ പലരും ക്രിസ്ത്യൻസായി ഉണ്ടായിരുന്നു ഫസ്റ്റ് സെഞ്ചുറിയിലൊക്കെ. അത് മാറി മാറി വീട്ടുപേരനുസരിച്ച് മാറി വരുന്നതാണ്, അതിന് കളറും വ്യത്യാസമൊക്കെ മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു പല രീതിയിൽ മാറി വന്നിട്ടുണ്ട്. ഏത് രീതിയിൽ ഈ അപ്പോൾ ഇങ്ങനെ കന്യകയിൽ നിന്ന് ജനിച്ചതെന്നൊക്കെ മനസ്സിലാവും. വെച്ചാൽ ഒരു ടീനേജ് ബോയ് ഉണ്ടായിട്ട് 19 ബോയ്സിനെ ഉപേക്ഷിച്ച് കളയാണ് ഫെയ്ത്ത്ഫുള്ളായിട്ട് സ്വീകരിച്ച്. മാലാഖമാരെന്ന് പറയുന്നത് മനുഷ്യർ തന്നെയാണ്. ഇതിന് യേശുവിന് പേരിടണം. ഔസേപ്പ് വിശ്വാസത്തോടെ സ്വീകരിച്ചു, സ്റ്റെപ്പ് ഫാദറായി. മറിയത്തിന് ഭംഗിയുണ്ടാക്കുക പോലെയായി. 4 മക്കൾ വീണ്ടും ജനിച്ചു, കുരിശിൽ തറച്ചു. റോമൻസ് തെറ്റാണ് ചെയ്യുന്നത്. ജൂയിഷ് ആൾക്ക് യഹൂദിയർ പറഞ്ഞു തന്നിട്ട് അവർ ഇതുതന്നെയാണ് റിപ്പീറ്റ് ചെയ്യണം. അപ്പോൾ അന്നത്തെ കാര്യം അനുവർത്തിക്കാൻ പോലും വേറെ പോകുമ്പോഴില്ല, അവർ ചെയ്തു. അപ്പോൾ അവർ അത് കഴിഞ്ഞിട്ട് അഡോൾഫ് ഹിറ്റ്ലർ ഇത് തെറ്റാണ് ചെയ്തത്, ജൂയിഷ് ആൾക്കാരെയൊന്നും വിശ്വസിക്കാത്ത അത് തെറ്റാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് നെയ്ക്കടാക്കി ട്രക്കിൽ കുമിച്ചുകൊണ്ട് ഗ്യാസ് ചേമ്പറിലിട്ട് കുഴിച്ചിട്ടില്ലേ, അതൊക്കെ തെറ്റായിരുന്നു. എന്നിട്ട് അയാളെ റോമൻ കാത്തലിക് റോമൻ കാത്തലിക് അഡോൾഫ് ഹിറ്റ്ലർ സയനൈഡും കഴിച്ച് തൂങ്ങിച്ചത്തു. അങ്ങനെയാണ് വീട്ടിൽ റോമൻ കാത്തലിക് തന്നെ റിപ്പീറ്റ് ചെയ്യണത്. തെറ്റന്നെ മുറുകെ പിടിച്ചിരിക്കുള്ളൂ. ആ തെറ്റാണെന്ന് അറിഞ്ഞിട്ടും ഇത് എവിടുത്തെ പെരുമാറ്റം ഞാൻ ചോദിക്കണം, ആയിരുന്നു കൂട്ടി വാങ്ങുന്നത്. അപ്പോൾ വയനാട്ടിൽ ബന്ധുക്കോസ്തുകാർ മരിച്ചില്ല, കുറേ പീസ് പൈസ ചെയ്തതും റോമൻ കാത്തലിക്സും മുസ്ലിംസും ഹിന്ദുസാണ്. അതിൽ അഡോൾഫ് ഹിറ്റ്ലർ, ബാംഗ്ലൂർ നോർത്ത്, ഇങ്ങനത്തെ വാക്കുകൾ എനിക്ക് ഇഷ്ടമല്ല. അതുപോലെ സ്നേഹതീരം, എന്തൊക്കെ സിനിമ കാണുന്നറിയില്ല. അതാണ് ഞാൻ ചിന്തിക്കാത്ത കാര്യം. ഞാൻ ചിന്തിക്കണമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങളെ പലയിടത്തും തലങ്ങളിൽ കിട്ടുന്നതും നിങ്ങൾ കുടിച്ചിട്ട് അകടിച്ചിരിക്കുന്നതും നിങ്ങൾ നിങ്ങളുടെ ശരീരം കേടാക്കണം. ഞാൻ എന്താ ചെയ്യുക? അപ്പോൾ പല ഹിന്ദിക്കാരും, ഹിന്ദി സിനിമകൾ ഞാൻ കാണാറില്ല, പല ഹിന്ദിക്കാരും പല വൃത്തികെട്ട കന്നഡ കാണ്ടുകളും ഹിന്ദി കാണ്ടുകളും ഗുഡ്ക കാണ്ടുകളും മലയാളി കുണ്ടന്മാരും ഇത് പറയുമോ? ഇല്ല, അവർ പറയില്ല. അവർ മൂട്ടിന്ന് വിടലാണ്. അതാണ് എന്തെങ്കിലും ഉറച്ച് നിൽക്കടി കുണ്ടനായരെ എന്തെങ്കിലും പറയുമ്പോൾ കൂട്ടുകിടുമ്പോൾ അല്ലെങ്കിൽ നേരെ ഗാണ്ടടിച്ച് പൊട്ടിക്കുമെന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. ഇങ്ങനെയുള്ളവരോട് പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ശ്രീനിവാസൻ്റെ മോന്തയുള്ള തന്തയുടെ മോന്തയാണെങ്കിൽ വിളിപ്പിച്ച് പറയണ, എല്ലാം പറയിപ്പിച്ച് പറയണ, അവർ ബോധിപ്പിക്കേണ്ട കാര്യമില്ല. പറഞ്ഞിട്ടുണ്ട്, മാറാൻ തയ്യാറാത്തവരെന്ത് ചെയ്യും? അധികം സംസാരിക്കാത്ത ഭക്ഷണത്തിൽ കണ്ട ആവശ്യത്തിന് ഉള്ള കാര്യമുള്ള പോലെ സംസാരിക്കാൻ പഠിക്കുക. മനസ്സിലായോ? സംസാരിക്കാത്തവരോടും സംസാരിക്കുന്നവരോടും ഡ്രഗ് അടിച്ച് കുടിച്ചിട്ടുള്ളവരോടും നിങ്ങൾ സംസാരിക്കുകയാണല്ലേ, അതാണ് നിങ്ങൾ വിഡിത്തം. അങ്ങനെയാണ് നിങ്ങൾ ലാസ്റ്റ് ലക്ഷം ധരിച്ചിരിക്കണമല്ലോ, മുഖത്ത് നോക്കി സംസാരിക്കാൻ പഠിക്കുക. പറയിപ്പിക്കാണ്ട് അധികം സംസാരം നിങ്ങൾക്ക് ഉണ്ടങ്ങനെ. ഞാൻ ആരെയും സംസാരിപ്പിക്കാണ്ട് ആരും പറയിപ്പിക്കാണ്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആരോടായാലും. പക്ഷെ നിങ്ങളങ്ങനെയല്ല. ഒരു കാര്യം ലെവലപ്പായിട്ട് വരുന്നത് വ്യത്യാസമുണ്ട്. നിങ്ങൾ വിഡിത്താണ് ചെയ്യണത്. പലരും അങ്ങനെ ചെയ്യണവരുണ്ട്. അവരെ നിങ്ങൾ സംസാരിക്കാത്തവരോടും സംസാരിക്കുന്നവരോടും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരോടും ഈ അധികം ഞങ്ങൾ ഇതന്നെ മുറുകെ പിടിക്കും, തെറ്റ് എൻ്റെ അരുന്ന് കൂട്ടി വാങ്ങുമെന്ന് പറയണ അധികം സംസാരിക്കുന്ന വഷളന്മാരോടും ഡ്രഗ് അടിച്ച് കുടിച്ച് നടക്കുന്നവരോടും ഞങ്ങൾ സംസാരിക്കുന്നുണ്ട്. എനിക്കിത് കൊള്ളണല്ലേ, അത് മനസ്സിലാക്കാൻ ഞങ്ങൾ. പക്ഷെ ഞങ്ങൾ വെഡിത്ത റിപ്പീറ്റ് ചെയ്ത് ഹിന്ദിക്കാരെ വരെ ഞങ്ങൾ വെഡികളാക്കാന്ന് അവരോട് തുമ്മ ഉല്ലു പനാര ഗലറ്റ് ഫാമി ഫൈലാരെന്ന് പറഞ്ഞ് നിങ്ങൾ വീണ്ടും അരന്ന് കൂട്ടി വാങ്ങണം. ഇങ്ങനെയുള്ളവരെ അരന്ന് കൂട്ടി ചത്തിട്ട് മെറ്റിലിസ്റ്റ് കത്തിരിഞ്ഞ് ചാവി, അതാണ് കത്തിരിഞ്ഞ് കൊല്ലണവരെ, കത്തിരിഞ്ഞ് ചത്തിട്ട്. ഈ കഥാപാത്രങ്ങൾ പലയിടത്തുണ്ടോ? സഞ്ജയ് ലീല ബൻസാലി ഒരു കഥാപാത്രങ്ങൾ ഉണ്ടാക്കും, രാം ഗോപാൽ വർമ്മ, വാൽമീകി വ്യാസ്, എത്ര കഥാപാത്രങ്ങളുണ്ട്. എല്ലാത്തിനും ആരാധിച്ചുകൊണ്ടിരിക്കുക.
അതാണ് ബ്രഹ്മണം എല്ലാം സുപ്രീം അതിനെ ആരാധിക്കണം. അല്ലാണ്ട് ജീവനില്ലാത്ത നശ്വരമായ ശവങ്ങളെയും ചിടങ്ങളെയും കക്കോൾഡും കള്ളുകുടിച്ചിട്ടൊക്കെ അടിച്ചു നടക്കുകയും ജനറ്റിക് റിസോർട്ടുള്ളവരെയും കക്കോൾഡും ട്രാൻസ്ജെൻഡറിനെയും അല്ല, മൃഗങ്ങളെ അല്ല ആരാധിക്കേണ്ടത്. അത് മനസ്സിലാക്കാനില്ല. എന്നിട്ട് അവർ ഈ പുനർജന്മൊക്കെ മിഥ്യധാരണയാണ്, അന്ധവിശ്വാസം മനസ്സിലാക്കിയാലും ഈ അവർ കുഴിച്ചിടേണ്ട കാര്യമില്ല. പീസ് പീസായി ചാവണതും കത്തിയരി ചാവുന്നതും ഒരു തിരി നോക്കുമ്പോൾ ഒരു അർത്ഥമില്ലാത്ത ജീവിതം. ഇതിന് ജീവിതം എന്ന് പറയാൻ പറ്റുമോ? കാര്യമില്ല. അപ്പോൾ അതൊക്കെ തെറ്റാണ്. അപ്പോൾ നിങ്ങളുടെ റോമൻ കാത്തലിക് തെറ്റും അഡോൾഫ് ഹിറ്റ്ലറിൻ്റെ തെറ്റും ആ ശരിയെന്ന് പറയാൻ പറ്റുമോ? അപ്പോൾ ബാക്കിയുള്ള ഒരു പെട്ടികൾ പറയുന്നത് ശരിയാന്ന് പറഞ്ഞിട്ട് അത് വിഡിത്തം മുറുകെ പിടിച്ച് നടന്നായിരുന്നു കുട്ടി വാങ്ങിക്കാമെന്ന് പറയും. തമ്മിൽ കുഴി ചാടിക്കരുത് ഞാനാ പറയണേ. തെറ്റ് മാറ്റി ശരിയിലേക്ക് വരാൻ പറയണം. അത് നിങ്ങൾക്കറിയില്ലേ? യേശുയുടെ ബാപ്റ്റിസം എന്ന രീതിയിലുള്ള കാര്യം നിങ്ങൾ അനുവർത്തിക്കണില്ലേ? യേശുയുടെ മാതൃകയെ നിങ്ങൾ സ്വീകരിക്കണില്ലേ? ബൈബിളിൽ നേരെ വിപരീതം നിങ്ങൾ ചെയ്യണേ. അത് കാര്യമുണ്ടോ? അപ്പോൾ റോമൻ കാത്തലിക്സ് തെറ്റാന്ന് മനസ്സിലാക്കി മാറാൻ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്ര ഒന്നിൽ അധിഷ്ഠിതമായി നിന്നിട്ടല്ലേ പറയണേ. അത് മോട്ടിന് വിടുന്ന പോലെയാണോ? ആരും പറയിപ്പിക്കാണ്ട് പറയുന്നത്. പറയിപ്പിച്ച് പറയണ പോലെയല്ല. അപ്പോൾ വേസ്റ്റുകളെ പോലെ ആവാതിരിക്കാൻ ശ്രമിക്കുക. പോപ്പിൻ്റെ ആവശ്യമില്ല. പോപ്പ് പറഞ്ഞാൽ ഞങ്ങൾ അനുസരിക്കില്ല. അവിടെ പ്രത്യക്ഷപ്പെട്ടത് തട്ടിപ്പാണെങ്കിലും അതിനെ ആരാധിക്കരുത് പറഞ്ഞാലും ഞങ്ങൾ അതന്നെ റിപ്പീറ്റ് ചെയ്യുമെന്ന് പറഞ്ഞ് കണ്ട പാതിരികളുടെ ആവശ്യമില്ലെന്ന് പറയാം. പാതിരികളുടെ കന്യാസ്ത്രീകളുടെ ആവശ്യമില്ല. ഈ പാതിരികൾക്ക് സുപ്പന ചെയ്യണം യഹൂദിയർ. പാതിരികളുടെയും കന്യാസ്ത്രീകളുടെ ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ട് അവരുടെ കോണത്തെ വർത്താനം കേട്ടിട്ട് ഇളിഞ്ഞ വളഞ്ഞ മോന്തം കാണുന്നവർ അവരോട് കേൾക്കാൻ നിൽക്കുമ്പോൾ എന്നിട്ട് ഇളഞ്ഞ് ആ വീട്ടിൽ തന്നെ റിപ്പീറ്റ് ചെയ്ത് നടക്കുന്നതിന് വലിയ കാര്യമുണ്ട്. അത് പാതിരികളുടെ കന്യാസ്ത്രീകൾ കോണത്തെ വർത്താനം കേട്ടിട്ട് അത് മനസ്സിലാക്കാൻ പഠിക്കുക. അല്ലെങ്കിൽ കുടിച്ചിട്ട് അകടിച്ചിട്ടൊക്കെ അവർ പറയൂ. അത് മനസ്സിലാക്കാൻ പഠിക്കുക, മാറാൻ പഠിക്കുക. അതുപോലെ തന്നെ പറയിപ്പിക്കാണ്ട് ഹിൻറ്റ് തരണമെങ്കിലും കുറേ പൊട്ടിമുളച്ച് വരേണ്ടവരുണ്ട്. ട്രെയിൻ കയറി വരാത്തവരും ഞാനൊക്കെ ഇവിടെ കണ്ട് യാത്ര ചെയ്ത് മനസ്സിലാക്കി വരണം. അപ്പോൾ എനിക്ക് ഇഷ്ടമായിട്ട് സ്ഥലമാണെങ്കിലും പോകുന്നുണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അവർ പറയിപ്പിക്കും. സംസാരിക്കേണ്ട മുഖത്തേക്ക് സംസാരിക്കാത്തവരോട് ഫോൺ നമ്പർ ചോദിക്കാത്തവരോടും പറഞ്ഞിട്ട് കാര്യമില്ല. അന്ന് ഞാൻ ഫെയർവെൽ കഴിഞ്ഞ് അത് പോണ പോക്കിനൊരു അത് ഞാൻ നിങ്ങളോട് കുടിച്ചിട്ടൊക്കെ അടിച്ച് നടക്കും. ഷിജീനും ബാക്കിയുള്ളവരാണെങ്കിൽ കുടിച്ച് വീട്ടിലെ അനിയന്മാരാണെങ്കിൽ കുടിച്ച് ടഗ് അടിച്ച് ബീഡി വലിച്ച് നടക്കും. അവർ പുറത്തുള്ളവർ പറഞ്ഞ് ബോധിപ്പിക്കേണ്ട കാര്യമില്ല. ഉമ്മുട്ടിയാണെങ്കിൽ ഷിജീനാണെങ്കിലും മാവക്കോയാണെങ്കിലും സന്തോഷ് പണ്ഡിത്താണെങ്കിൽ കുടിച്ചിട്ട് ടഗ് അടിച്ച് ഗ്രൂപ്പിലിരിക്കണ്ടോ? ഞാൻ എൻ്റെ പോക്ക് കണ്ടറിയാം. ഞാൻ അവഗണിച്ച പോണേന്ന്. എന്താ വെച്ചാൽ അന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് ടെക്നോളജീനെ കുറിച്ച് അധികം അറിയില്ല. അന്ന് കുറേ 2005 2003 കമ്പ്യൂട്ടറിനെ കുറിച്ച് അറിയില്ല. ഒരു ടെക്നോളജി ഫേസ്ബുക്ക് മൊബൈൽ ഫോൺ അന്ന് ഗൾഫ് സംഭാഷണം അറിയാം. അപ്പം അങ്ങനത്തെ അക്കൗണ്ട് കാര്യങ്ങളൊന്നും അവർ കിരൺ പ്രകാശനോട് ഡിസ്കസ് ചെയ്ത് വരണല്ലേ. അങ്ങനത്തെ ഷാർഖാൻ ഫേക്ക് പേരാണെങ്കിലും ഒരു തരം ഫേക്ക് പേരാണെങ്കിൽ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. അവർ ഇത് പറയുമോ? അവർ ജീവനില്ലാത്തതിനെ ആരാധിച്ച് പേരും ബർത്ത് റേറ്റ് മാറ്റണവരാണ്. അവരുടെ ബർത്ത് റേറ്റും അവർ ഫേക്ക് പേരും ശരിയല്ല. അവരുടെ കുറച്ച് ഇടങ്ങൾ മന്ദബുദ്ധികളെ ചിടങ്ങൾ തന്ത തള്ളയും നിരങ്ങി നീക്കണവർ തന്ത തള്ളക്ക് പക്വത അവർ ഇതൊക്കെ ഫേക്ക് പേര് ഷാർഖാനൊക്കെ ശരിയാണെന്നാണ്. തെറ്റായിട്ട് ഫേക്ക് ഡയലോഗ് പറയിപ്പിച്ച് പറയുന്നത് മണ്ട ഡയലോഗ് അത് തെറ്റാണെന്നറിയാം. വീണ്ടും അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം വിഡ്ഢികൾ. അപ്പോൾ ഒരു മിത്വത്വം പാലിച്ച് ജീവിക്കാൻ പഠിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് എന്താ ചെയ്യണം? ഈ ജീവനില്ലാത്തതിനെ ആരസ് എടുക്കണം. ടെക്നോളജി ആയിട്ട് എനിക്കൊരു അന്ന് ടെക്നോളജി എന്താ മറ്റേ കമ്പ്യൂട്ടറൊന്നും കണ്ടിട്ടില്ല. അങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഒരു 10 വർഷം 12 വർഷം പെട്ടെന്ന് ഗ്രോ ആയിപ്പോയി. എല്ലാം മോഡേൺ കാര്യങ്ങൾ പെട്ടെന്ന് വന്നു. +3 എന്താ കോൺടാക്ട്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ നമ്മൾ അങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കണല്ലേ. ഫോൺ കോൺടാക്ട്സ് പറയും, അല്ലെങ്കിൽ ഇങ്ങനെ മൊബൈലിൽ കോൺടാക്ട്സ് മൊബൈൽ ഫോൺ അങ്ങനെ ഡിജിറ്റൽ വാട്സാപ്പ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമ്മൾ അറിയണല്ലേ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കണ കൂടിയില്ല. അതും വേറെ കാര്യം. അപ്പോൾ ഈ ഒരു കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ ലക്ക് കെട്ട് നടക്കണവരെ നല്ലതുപോലെ നടന്ന് പോകണ ഒരു പോക്കുണ്ട്. അതിനൊരു പോക്കിനുണ്ടല്ലോ അർത്ഥം. കുടിച്ച് ഡ്രഗ് അടിച്ച് നടക്കണവരെ. അപ്പോൾ അത് ഞാൻ തീരെ അവഗണിച്ച് കളഞ്ഞു. മുഖത്തൊക്കെ സംസാരിക്കാത്ത ഒരു ഫോൺ നമ്പർ പഠിക്കാത്ത ഹിൻറ്റ് തന്നിട്ട് എന്താ കാര്യം? അപ്പോൾ അത് ഒരു ഇതില്ല. അവരൊക്കെ ഷിജീനും അങ്ങനെയുള്ളവരാണെങ്കിൽ മാമക്കോയും ബാക്കിയുള്ളവരാണെങ്കിൽ മൂലയിലൊക്കെ കുടിച്ചിലൊക്കെ കിട്ടുക. അവരുടെ ഫാമിലിയിലുണ്ട് തള്ള സെത്ത് കൊടുക്കുമ്പോൾ അങ്ങനത്തെ രൂപങ്ങളുണ്ട്. ആരും ഇവരൊക്കെ തിരിഞ്ഞ് നോക്കാൻ വേണം. 10 ഡേക്കേഡ് കഴിഞ്ഞാലും മരിച്ചു കഴിയുന്നവരുണ്ട്. 40 വർഷം കഴിഞ്ഞാലും ഒരു 10 ഡേക്കേഡ് കഴിഞ്ഞാലും ആരവർ തിരിഞ്ഞ് നോക്കാൻ പോകണം. ഫേസ്റ്റുകൾ മെറ്റിസ്റ്റിക് ഡയലോഗ് വിഡ്ഢികളെ വിശ്വസിപ്പിക്കാൻ പല ഉണ്ടാക്കിയ ഡയലോഗ് മണ്ടൻ ഡയലോഗും ആര് പറയിപ്പിച്ച് പറയണതും അത് തെറ്റാണ്. അതുകൊണ്ട് വല്ല കാര്യമുണ്ടോ? ഒരു ഗുണമില്ല. ഹിന്ദിക്കാരെ ഉല്ലുകളാക്കണം. ഹിന്ദിക്കാർ മലയാളികൾ ഉല്ലുകളാക്കണോ, വിഡ്ഢികളാക്കി നടക്കണോ.
ഇപ്പോൾ മറ്റേ എലിശാമ സക്കറിയ ഇത് ക്രിസ്ത്യാനിറ്റിക്ക് വരാം. എലിശാമ സക്കറിയ വയസ്സായിട്ട് ജനിച്ചത് സാമ്പത്തികം. അതുപോലെ തന്നെ കന്യകയിൽ നിന്ന് ജനിച്ചു, ഒരു വംശാവലിയിൽ ജനിച്ചു, ആത്മാവിൽ പിറന്ന് ജനിച്ചു. മറിയം വരെ തിരസ്കരിക്കാനൊന്നുമില്ല. യേശുവ ബലിയർപ്പിക്കാൻ പോലെ സന്തോഷ രീതിയിൽ ഗുഡ്, അതിന് പറഞ്ഞിട്ട് ഗുഡ് ഫ്രൈഡേ എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ പറയുന്നതും അതിന് ദുഃഖ ദിനാചരണം എന്ന് പറഞ്ഞിട്ട് മലയാളികൾ വേറെ രീതിയിലാക്കണതിൽ കാര്യമില്ല. അപ്പോൾ ആ രീതിയിലും ഒരു നല്ലതിന് വേണ്ടി ചെയ്തതെന്ന് വെച്ചാൽ അന്ന് അഡോൾഫ് ഹിറ്റ്ലർ ചെയ്തപ്പോൾ യഹൂദിയരെ 1 മില്യൺ യഹൂദിയരെ കൊന്നപ്പോൾ ഇതിനെക്കുറിച്ച് ഓർക്കണില്ലേ? മറിയം അതൊന്നും പറഞ്ഞില്ല. അത് അവരുടെ യഹൂദിയർക്ക് വേറെ പോകാൻ വഴിയില്ല, ചെയ്യണം, അത് ചെയ്തേണ്ടത് ചെയ്തു. അവർക്ക് വേറെ പോകാൻ വഴിയില്ല, ചെയ്യേണ്ടടുത്ത് ചെയ്തു. അതാണ് ചെയ്തത്, കാര്യങ്ങൾ ചെയ്ത് കറക്റ്റായി പോയി. അത് ജപ്പാനും ബ്രസീൽ ആൾക്കാർ വന്ന് ബലി അർപ്പിക്കാൻ പോകില്ലേ? അപ്പോൾ അവർ എഴുതി വെച്ചിട പോലെ ചെയ്യണം. അപ്പോൾ മിനിറ്റിലാണോ മറ്റേതാണോ ചോദിച്ചിട്ട് ചെയ്യണം, അല്ലാണ്ട് സാധാരണ രീതിയിൽ തല വെട്ടാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയാണ് യഹൂദിയർ മുതൽക്കൂട്ടായിട്ട് ചെയ്തതാണ്. അവരും ചോദിച്ച് മനസ്സിലാക്കി മനസ്സിലാണോ മറ്റേതാണോ കളിയാക്കി അതാണോ മനസ്സിലാണോ മറ്റാണ് തിരിഞ്ഞു പോലും. സാധാ മനുഷ്യരെങ്ങനെ ചെയ്യാം? സാധാ ദൈവികർ അവരുടെ പോലെ ഇസഹാക്കിനെ സാക്രിഫൈസ് ചെയ്യപ്പോൾ അബ്രഹാമിനെ എന്തുകൊണ്ട് ചോദ്യം ചോദിച്ചില്ലേ? അപ്പോൾ അതേപോലെ തന്നെ യഹൂദിയർ ചോദിച്ചു വേണ്ട കാര്യമില്ല, അവർ കറക്റ്റ് രീതിയിൽ സാക്രിഫൈസ് ചെയ്യിപ്പിച്ച് എഴുതി വെച്ചണ പോലെ ചെയ്തു. ഇതിലാണോ മറ്റേതാണോ ആണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞിട്ട് ഇവിടെയാണോ ചോദിച്ച് കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യിപ്പിച്ചു. നല്ല മെടുക്കരായിട്ട് അവർ പള്ളി പോക്ക് നിർത്തി. പള്ളി പോക്ക് ഇല്ലാത്ത സമയമൊക്കെ ഇപ്പോൾ ഹാളിൽ അവർ സ്തുതിഗീതങ്ങൾ ബൈബിൾ വായിച്ചിരിക്കല, തനാക്കും തോറയും താൽമൂഡ് വായിച്ചിരിക്കല പണി. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ഇതില്ല. അവർക്ക് അങ്ങനത്തെ ജൂയിഷ് ക്രിസ്ത്യൻസ് കുറേ പേരുണ്ട്, 4 മില്യൺ ആൾക്കാരുണ്ട്. മുസ്ലിംസ് ആരെങ്കിലും ഇതിനെക്കുറിച്ച് പറയുമോ? ഖുറാൻ വായിച്ച് നടക്കണവർ ആരെങ്കിലും പറയുമോ? അത് മനസ്സിലാക്കണ ബുദ്ധി കാണിക്കുക. അല്ലെങ്കിൽ അഡോൾഫ് ഹിറ്റ്ലർ തെറ്റായി, അത് ചെയ്യേണ്ട കാര്യമില്ല. മില്യൺ ആൾക്ക് ഗ്യാസ് ചേമ്പറിൽ ഇട്ടത് അത് ശരി തെറ്റായി, വളരെ തെറ്റായി പോയി എന്ന് പറഞ്ഞിട്ട് ആ സയനാഡ് കഴിച്ച് തൂങ്ങി ചത്തു. അതുപോലെയാണ് ഇപ്പോഴും കുറേ റോമൻ കാത്തലിക്സ് വിഡിത്തം അനുവർത്തിച്ച് ഇതന്നെ ഞങ്ങൾ മുറുകെ പിടിക്കും എന്ന് പറഞ്ഞിരിക്കണം. എന്നിട്ട് ഡ്രഗ് അടിച്ച് കുടിച്ച് എരനൂട്ടി വാങ്ങുമ്പോൾ പറയും ഇതാണ് ഞങ്ങളുടെ പെരുമാറ്റം. എന്താ ഇവിടുത്തെ പെരുമാറ്റം ഞാൻ ചോദിക്കണം. അതുപോലെ എൻ്റെ അനിയന്മാർ അറിയോ? അനിയന്മാർ ഇപ്പോൾ ഡെന്നിസ് അവരൊക്കെ തടിച്ച് വീർത്തു, പഴയ ഭംഗിയുള്ളതല്ല. പിന്നെ അവരൊക്കെ കരടി പോലെ തടിച്ച് വീർത്തുണ്ട് കറുത്തിട്ട്. പിന്നെ എൻ്റെ അനിയൻ്റെ വായ ഇപ്പം എൻ്റെ പല്ല് നല്ല ഇൻടാക്റ്റായിട്ട് നല്ല ഷാർപ്പായിട്ട് നല്ലൊരു തരം ഷേപ്പിലിരിക്കുന്നുണ്ട്, പക്ഷേ ഇൻടാക്റ്റായിട്ട് ചൊടിയോടെ. പക്ഷേ എൻ്റെ അനിയൻ്റെ ഒക്കെ പല്ല് വായ തുറന്നൊക്കെ 10 പല്ല് മാത്രം ബാക്കിയിരിക്കുന്നുണ്ടാവും. അതാണ് ജനിച്ച് പറഞ്ഞ എൻ്റെയും 2012 വയസ്സ് തികഞ്ഞ് ആ വയസ്സും കൂട്ടി നോക്കുമ്പോൾ യേശുവയുടെ രീതിയിലുള്ള കണക്ഷനിൽ വരണം. ഫാമിലി പറയും യേശുവയുടെ പോലെ പറയണം, ആ രീതിയിൽ വരണത്. അല്ലാണ്ട് വേറെ ഈ മറ്റേ എന്തിട്ടാണ് പറയാം, നിങ്ങൾ കൊണ്ട് പാണ്ടെന്ന് പറഞ്ഞ് നടക്കുന്നത് നിങ്ങൾക്ക് തന്നെ അറിയില്ല ആരാണ് എന്താ ആരെ കുറിച്ച് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയില്ല. പിന്നെ നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെ കുറിച്ച് പറയണം? നിങ്ങൾക്ക് തന്നെ നിങ്ങളറിയില്ല. പിന്നെ നിങ്ങൾക്ക് തലയ്ക്ക് വല്ല മെറ്റീരിയലിസ്റ്റിക് സുഖേടുണ്ടോ എന്ന് നോക്കണം. തലയ്ക്ക് വല്ല സുഖമില്ലെങ്കിൽ ചികിത്സ ചെയ്യും. എന്തെങ്കിലും ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയില്ല, പറഞ്ഞാൽ നിങ്ങൾ വേറെ വിപരീതം. ഇതാണ് അവിടെ ഇവിടെ 10 മീറ്റർ 100 മീറ്റർ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയണത്. മനസ്സിലായി? ഇനിയോ അല്ല ആണെന്ന് പറഞ്ഞിട്ടൊരു കാര്യമില്ല, നിങ്ങളതിനെ പെടും. ഈ നോണ പറയിപ്പിച്ചിട്ട് എന്താ കാര്യം? അതുപോലെ കുറേ ബോധിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും. ഇങ്ങനെയുള്ളവരെ ഒരു കാര്യം ബോധിപ്പിച്ചിട്ട് കാര്യമില്ലെന്ന് പറയും. പറയിപ്പിച്ച് പറഞ്ഞവരെ 12:45 ബോധിപ്പിക്കാൻ പോകുന്നത് ഉറങ്ങാൻ നേരത്ത്. ചിലപ്പോൾ എനിക്ക് തന്നെ നല്ല കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് സ്ട്രെങ്ത് ചെയ്തു എന്നിട്ട് വയസ്സായ കവളിൽ തുളിഞ്ഞിരിക്കണവരോട് നോക്കി എന്ന് പറയുമ്പോൾ ഡൊണാൾഡ് ട്രംപ് പറയണ പോലെ പറഞ്ഞാൽ വയസ്സായവരുടെ മുഖത്ത് നോക്കി ആരെങ്കിലും സംസാരിക്കുമോ? രാത്രി 12:45 1:45 പുലർച്ചെ ഉറങ്ങേണ്ട നേരത്ത് ആരെങ്കിലും നിന്നാൽ നിങ്ങൾ സാധാരണ പോലെ ചിന്തിക്കുക. പറയിപ്പിച്ച് പറഞ്ഞാൽ നിങ്ങളാണ് അങ്ങനെ ചെയ്യുമോ? അപ്പോൾ ആ രീതിയിൽ ചെയ്യും. അപ്പോൾ ആ ട്രിപ്പിൽ നിങ്ങളുടെ വീട്ടിൽ തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്യണം. അതുപോലെ ഗ്ലോറി ജോസിൻ്റെ മോനാന്ന് പറയും, അപ്പോൾ അറിയില്ല. അപ്പോൾ അതാണ് എനിക്ക് നിങ്ങളെ അറിയണമെന്ന് ഒരു നിർബന്ധം. എനിക്ക് നിങ്ങളെ അറിയില്ല കേട്ടോ എന്ന് ഞാൻ പറഞ്ഞു പോകും. പിന്നെ അത് പറഞ്ഞ് ഐശ്വര്യ റായും കുശ്വർ ഫേക്ക് മെറ്റീരിയലിസ്റ്റിക് പേരോട് ഷൂർക്കാരി തന്തപ്പടിയുടെ മോനാണ് ഞാൻ പറഞ്ഞത്. ഇല്ലല്ലോ. അപ്പോൾ സാധാരണ രീതിയിൽ പോകണം. അപ്പോൾ ഓരോ വീട്ടിൽ റിപ്പീറ്റ് ചെയ്താൽ നിങ്ങളെ ഇവിടെ പഴകിയവരെ ബോധിപ്പിക്കേണ്ട കാര്യമില്ല, പഴകിയവരെ അനുകരിക്കണല്ലേ. അതായത് അമ്മളി പെട്ടി ഓടാൻ പോണവരോട് ആരെയും ബോധിപ്പിക്കാൻ പോകും. അപ്പോൾ സാധാരണ ഇത് സംസാരിച്ച് തടസ്സം സൃഷ്ടിക്കാണ്ട് കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ ആരും അതിൻ്റെ രീതിയിൽ പോകണം. അതുപോലത്തെ എല്ലാ കാര്യങ്ങളും ഈ കള്ളന്മാർ കയറി അത് കള്ളന് വരണം ചെക്ക് ചെയ്യാൻ അതൊന്നും വിചാരിക്കാം. സാധാ പഴകിയ സെക്യൂരിറ്റിയുടെ മോന്ത എങ്ങനെ ചിന്തിക്കണം ആ രീതിയിൽ എനിക്ക് ചിന്തിക്കാം. പക്ഷെ പറയാനുള്ളത് ഞാൻ പറയണ്ടേ? അവരോട് പറഞ്ഞ് അവരുടെ ചട്ടക്കൂടിൽ നിന്നിട്ട് ബോധിപ്പിക്കാൻ പറ്റുമോ? ജോലി ചെയ്യുന്ന സമയത്തില്ല. സാധാ രീതിയിൽ പോകണം. എനിക്ക് എൻ്റെ പ്ലസൻനെസ്സിൽ നടക്കുന്നുണ്ട്. അതുപോലെ മറ്റേ കള്ളന്മാർ കയറി അവർ എളിഞ്ഞ് വളഞ്ഞ് ആവർത്തിക്കല എന്ന് പറഞ്ഞതിന് ആവർത്തിക്കല എന്ന് പറഞ്ഞിട്ട് അവർ എളിഞ്ഞ് വളഞ്ഞ് പോയിട്ടുണ്ട്. വയസ്സായ 68 വയസ്സുള്ളവർ 70 വയസ്സുള്ളവർ ആ രീതിയിലാവരുത് നിങ്ങൾ.
അതുപോലെ അതന്നെ ക്രിസ്ത്യാനിറ്റിയിൽ മുമ്പ് പറഞ്ഞ പോലെ വയസ്സായിട്ട് ജനിച്ചതല്ല, പുതുമയോടെ ദൈവത്തിൻ്റെ വംശാവലി, ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞ ദൈവത്തിൻ്റെ വംശാവലിയിൽ അതുപോലെ ഉപേക്ഷിച്ച് കളയാണ്ട് ഫെയ്ത്ത്ഫുള്ളായിട്ട് സ്വീകരിച്ച് പിന്നെ അങ്ങനെ 4 മക്കളുണ്ടായി. അതിൽ കടിഞ്ഞൂലായിട്ട് ജനിച്ചവൻ അതുമായിട്ട് ജനിച്ച് നല്ല രീതിയിൽ സാക്രിഫൈസ് ചെയ്യിച്ച് കാര്യങ്ങൾ വരണത്. ഇപ്പോൾ ജൂവിഷ് ആൾക്കാരെ മുതൽക്കൂട്ട് എഴുതണം. എൻ്റെ റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും അല്ല, ഖുറാൻ വായിക്കണവരും ഇത് വായിക്കണവരും പറയും. അപ്പോൾ ആ ജൂവിഷ് ആ രീതിയിൽ വന്ന് ആ ഒരു അവരുടെ ഫാമിലിക്ക് അനുസരിച്ച് അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫാമിലിക്ക് ചെയ്ത് 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 വന്ന് 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 ജൂവിഷ് ആൾക്കാർ എന്താ ചെയ്തത്, അവർ കൊല്ലാണ്ട് ആണോ മറ്റേതാണോ അപ്പം വെച്ചാൽ അവർ മറ്റേതിൽ കാണിക്കുന്നുണ്ട്, നിങ്ങൾ പാപം ചെയ്യാത്തവർ കല്ല് താഴേക്കിട്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ അത് തിരിഞ്ഞു പോകുന്നുണ്ട്. അതാണ് ജൂയിഷ് ആൾക്കാരുടെ എടുക്ക്. ജൂയിഷ് ഇവൻ ക്രൂശിക്കുക എന്ന് പറയുമ്പോൾ അത് നേരത്തെ മനസ്സിലാക്കി പറയിപ്പിക്കുന്നതാണ്. എന്തുകൊണ്ട് കള്ളനെ വിട്ടയച്ചോ ഇത് പണ്ട് തൊട്ട് ബൈബിൾ എഴുതി വെച്ച പോലെ അനുവർത്തിക്കാനുള്ളതാണ്, അതിനാണ് സാക്രിഫൈസ് ചെയ്യിപ്പിക്കാനുള്ളതാണ് മനസ്സിലാക്കി. അവൻ മുമ്പ് ചോദിക്കേണ്ടത് ഒരു വർഷം 2 വർഷം ചോദിക്കുമ്പോഴാണ് മറ്റേതാണോ കോണാണോ മറ്റേ ഗബ്രയാണോ മറ്റേതാണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഗബ്രയാണോ മറ്റേ കൊല്ലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെന്തിനാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ എന്നിട്ട് സാക്രിഫൈസ് ചെയ്യണമല്ലോ. അപ്പോൾ അതിന് മുതൽ അവർ പോകുമ്പോഴില്ല വേറെ. അതിന് ജപ്പാനും ബ്രസീൽക്കാർ വന്ന് സാക്രിഫൈസ് ചെയ്യിപ്പിക്കില്ല. അപ്പോൾ അവർ ചെയ്തു, അവർ മിടുക്കരായ ഇപ്പോൾ ആതിരിഭാഷയൊക്കെ ഇട്ട് നിർത്തിവെച്ചു. 1700 വർഷം മുമ്പ് നിർത്തിവെച്ചു. എല്ലാം റിപ്പീറ്റഡ് സാക്രിഫൈസും ബ്ലഡ് സാക്രിഫൈസും ആടിനെ സാക്രിഫൈസും നിർത്തി. അവർക്ക് ആ വിശ്വാസം, പക്ഷേ അങ്ങനെ ദയവായിട്ട് കണ്ടില്ലെങ്കിലും ആ രീതിയിൽ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ബിംബങ്ങളെയൊന്നും ആരാധിക്കില്ല. അവർ കറക്റ്റായിട്ട് അവരെ പല സ്ഥലത്ത് വാസസ്ഥലം പലയിടത്ത് അവർ താമസിക്കുന്നുണ്ട്. ആ രീതിയിൽ കിട്ടിയിട്ടവർക്ക്. അപ്പോൾ റോമൻ കാത്തലിക് ചെയ്യുന്ന വെഡിത്തം അറിയില്ലെങ്കിൽ ഹിന്ദുസും മുസ്ലിംസും എല്ലാം കൂടി ഇറന്ന് കുട്ടി വാങ്ങും. അവിടെ ഷിജിനും മാമക്കോയും ഇത് പറയൂ, മുസ്ലിംസും ഹിന്ദുസും റോമൻ കാത്തലിക്സും തെറ്റാണ്. അവർ പാതിരിവേഷം കിട്ടി ജീവനത്തിനൊക്കെ ആരാധിച്ച് പേര് മാറ്റും, സ്വന്തമായിട്ട് അവർക്കൊന്നും ഇല്ല, ബർത്ത് റേറ്റ് മാറ്റും, ഇല്ലാണ്ട് പറയിപ്പിച്ച് മാത്രം പറയും. ജീവിതത്തെ അപമാനിച്ച് റോങ് ഇൻഫർമേഷൻ കൊടുക്കണം. മണ്ടൻ ഡയലോഗ് അവരുടെ ചിത്രമില്ല ഇവരുടെ ചിത്രമില്ല, പറയിപ്പിച്ച് പറയണ റോങ് ഇൻഫർമേഷൻ കൊടുക്കും. വല്ല കാര്യം ഉണ്ടാകും.